ദിവസവും കൂടി വരുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവിൽ ബലപ്പെടുവാനും ദൈവം നമ്മളെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് കാണുവാനും കേൾക്കുവാനും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇത് അനുഭവിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നു. എപ്പോഴും ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ പ്രതീക്ഷ നിറയണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന വ്യക്തികൾ എല്ലാം മറന്ന് കർത്താവിൽ രസിക്കുന്ന ഒരു ആത്മമണ്ഡലമാണ് കർത്താവിലുള്ളത്. നമുക്ക് ഒരുമിച്ചിന്ന് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും എപ്പോഴും നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാനുള്ളൊരു അമിത കൃപ, എനിക്ക് കുറവുകളുണ്ടെങ്കിൽ ദൈവം അമിത കൃപ അയച്ച് എന്നെ സഹായിക്കും. അമിത കൃപയാൽ ദൈവം എന്നെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഞാൻ കർത്താവിൻ്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഏറ്റുപറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ചിന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ പ്രവർത്തികളെ ഇന്ന് കാണുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അത്ഭുതം നടക്കും. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെ നമുക്ക് കാണാനും കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെയും ദൈവം നമുക്ക് ഇടയാക്കി തരും. തുടർമാനമായിട്ട് നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ട് വരുന്നു. ഇന്നും തുടർമാനമായിട്ട് അപ്പോസ്തല പ്രവർത്തിയിൽ നിന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ കേട്ട ദൈവിക ആലോചന, വചനമല്ല, എന്ത് ആലോചനയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വിശ്വസിക്കുക, പറയുക. ഇന്നലെ പറഞ്ഞ വാക്യം ഓർമ്മയുണ്ടോ? പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ ദാസന്മാർക്ക് കൃപ നൽകണമെന്ന്. ഇന്നലെ നമ്മൾ കേട്ട വചനം വിശ്വസിക്കുക, പറയുക എന്ന് മാത്രമല്ല, നമ്മൾ ഇന്നലെ കേട്ട വചനം രക്ഷകനെ പറ്റിയാണ്. യേശു എന്തുകൊണ്ട് രക്ഷകനായി എന്നതിനെ പറ്റിയാണ്. അപ്പം രക്ഷകന്റെ പ്രത്യേകതയെപ്പറ്റി നമ്മൾ ഇന്നലെ കേട്ടു. അപ്പോൾ യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നുള്ളൂ നമ്മൾ കേട്ടു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓരോ ദിവസവും കേൾക്കുന്ന വചനം നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ സൂക്ഷിക്കണം. നമുക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ, നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. കാരണം നമ്മളിൽ വിതയ്ക്കപ്പെട്ട വചനങ്ങൾ എങ്ങനെയൊക്കെയോ മോഷ്ടിക്കപ്പെടുന്നുണ്ട്. മോഷ്ടിക്കപ്പെടുന്നവരുടെ പ്രത്യേകത, അത് വളരാൻ പറ്റത്തില്ല, അവർക്ക് കളപ്പുരയിൽ നിറയ്ക്കാൻ പറ്റത്തില്ല, അവർക്ക് 100 മേനി കൊയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ ദിവസവും മണിക്കൂറുകൾ 12 24 മണിക്കൂറോ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുള്ളിൽ മറയ്ക്കുന്നുണ്ടെങ്കിൽ എന്തോ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് വീണ്ടും അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്ക് തിരുവചനത്തിൽ നിന്ന് കേട്ട് മുന്നോട്ട് പോകാം. ഇവിടെ നമ്മൾ നോക്കിയോണം. അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ നാം കേൾക്കുന്നത് പോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്യം ഇതാണ്. നമ്മൾ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഇന്ന് കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഒരു തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതെങ്കിലും വീണ്ടും ആ ഒരു വചനഭാഗത്തിലേക്ക് വരുവാൻ നമുക്ക് കർത്താവിൽ ആശ്രയിക്കുന്ന 5-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾ എൻ്റെ കൂടെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നുവെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ കഴിയും. വേഗത്തിൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ പറ്റും. നമ്മളിങ്ങനെ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ അപ്പോസ്തലന്മാർ പറയുന്ന സുവിശേഷത്തിന് വിരോധമായിട്ട് പലരും പൊങ്ങി വന്നു. പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം പറയുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട് എനിക്കറിയത്തില്ല, ആളുകൾ പെട്ടെന്ന് നിങ്ങൾക്കെതിരെ തിരിയുകയും നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറയുകയും നിങ്ങളെ അവർ ടാർഗറ്റ് ചെയ്ത് കൂട്ടമായിട്ട് ഒരു ഗ്യാങ് ആയിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ,
നിങ്ങളെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും, നിങ്ങൾ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു കാരണവും ഇല്ലാതെ എന്തുകൊണ്ടാണ് ഞാൻ ഒരു ദോഷവും ചെയ്യാതെ ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് മറ്റൊരാളെ വിധിക്കുക പോലും ചെയ്യാതെ ഒരു കുറ്റവും, അതിൻ്റെ അർത്ഥം നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ തന്നെ അത് ടാർഗറ്റ് ചെയ്ത് ആളുകൾ ഇടപെടുകയും സംസാരിക്കുകയും, അപ്പോൾ നിങ്ങൾ പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ പരാതി പറ, കർത്താവ് എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനൊരവസ്ഥ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ദൈവസന്നിധി പറയുന്ന ഒരു വാക്കാണ്, കർത്താവ് ഇത് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം? തിരിച്ച് ദൈവത്തിനൊരു വാക്ക് പറയാനുണ്ട്, നീ ഭാഗ്യവാനാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ മീൻ പിടിച്ച് നടന്നപ്പോൾ ഒരു കുഴപ്പമില്ല. അവർ മീൻ പിടിച്ച് മീൻ വിറ്റ് വള്ളവും വലയൊക്കെ കഴുകി പൊക്കോണ്ടിരുന്ന സമയത്ത് അവർക്ക് ഒരു പ്രശ്നവുമില്ല, അവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അവർ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയ സമയത്ത് വഴിയെ പോകുന്ന ആളുകൾ, നാട്ടുകാരും വീട്ടുകാരും അധികാരികളും എല്ലാം ഇവരെ എതിർക്കുവാൻ തുടങ്ങി. ഇവരെ കൂട്ടം ചേർന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? എതിർക്കുവാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പത്രോസ് ലീഹായോ പൗലോസ് ലീഹായോ ഇവരാരും എന്ത് ചെയ്തിട്ടില്ല? ലോക മനുഷ്യനെ പോലെ മദ്യപിച്ചു ലെക്ക് കെട്ടി വഴിയെ പോകുന്നവരെ തല്ലുകയോ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരൊരു മനുഷ്യനോട് ദോഷം ചെയ്തിട്ടില്ല, ഒരു മനുഷ്യനെ പോലും എന്ത് ചെയ്തിട്ടില്ല? ഉപദ്രവിക്കാൻ പോയില്ല. പക്ഷെ എന്നിട്ടും ലോകം അവരെ എന്ത് ചെയ്യുന്നു? ടാർഗറ്റ് ചെയ്യുന്നു. അതിന്റെ കാരണം എന്നാണെന്നറിയാവോ? ലോകത്തെ പിടിച്ചടക്കുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. പലപ്പോഴും ഈ അധികാരം നിങ്ങളിൽ ഉള്ളത് കൊണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലോകത്തിൽ ഏത് വ്യക്തിയിലാണോ അധികാരമിരിക്കുന്നത് ആ അധികാരത്തിലേക്ക് എപ്പോഴും ആളുകൾ ഫോക്കസ് ചെയ്യും, അവരെ കേന്ദ്രീകരിക്കും. അതേപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങൾക്ക് കുടുംബത്തിലുള്ള വ്യക്തികളായിരിക്കാം, ഒരു പ്രകോപനവും ഇല്ലാതെ നമുക്കെതിരെ ആളുകൾ വരുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? അവരുടെ എല്ലാം ഉള്ളിൽ ഒരു ദുരാത്മാവിരിപ്പുണ്ട്. ഇപ്പൊ മനസ്സിലായോ? അവരുടെ എല്ലാം ഉള്ളിൽ ഒരു പിശാചിന്റെ ആത്മാവുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കും, അയ്യോ ഈ പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ, ഇവർക്ക് എനിക്കെതിരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേഗത്തിൽ അത് മനസ്സിലാകുവാൻ ഇടയായിത്തീരും. നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, നിങ്ങളുടെ അകത്ത് വലിയൊരു അഭിഷേകം ഇരിപ്പുണ്ട്. നിങ്ങൾ പഴയ പത്രോസ്ലീഹയെ പറ്റി പറഞ്ഞ പണ്ട് മീൻ പിടിച്ച് നടന്ന മനുഷ്യനല്ല ഇപ്പൊ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച പരിശുദ്ധ ആത്മാവിനെ വഹിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ മനസ്സിലായോ? ഇതകത്തിരിക്കുമ്പോ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയത്തില്ല നമ്മുടെ ചുറ്റിനും ആരുടെയൊക്കെ മേൽ ഈ ദുരാത്മാവുണ്ടെന്ന്. നിങ്ങൾക്കറിയോ? ഈ പിശാച് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് തിരിച്ചറിയാൻ കഴിയുന്നത് ചില കേസുകെട്ടിൽ നമുക്കറിയാൻ പറ്റും. ചിലരുടെ ഇപ്പം 6000 ഭൂതം ബാധിച്ച മനുഷ്യനെ പറ്റി ബൈബിൾ പറയുന്നൊരു വാക്യമുണ്ട്. കർത്താവ് അവിടെ ചെല്ലുന്ന സമയത്ത് അവനെ ചെങ്ങലക്കിട്ട ചെങ്ങല അവൻ തന്നെ പൊട്ടിച്ച് അവൻ ശവക്കല്ലറ. അപ്പൊ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്ന ദുരാത്മാവുണ്ട്. ഇനി രോഗാത്മാക്കളുണ്ട്, രോഗിയാക്കുന്ന ദുരാത്മാക്കളുണ്ട്. അങ്ങനെ പലതരത്തിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ദുരാത്മാക്കളുണ്ട്. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, അവനെ ചന്ദ്രരോഗത്തെ അടിമയാക്കുന്ന ദുരാത്മാവ്. അങ്ങനെ പലതരത്തിലുള്ള ദുരാത്മാക്കൾ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ട്, എക്സ്പോസ് ചെയ്യാത്തത് കൊണ്ട്, വെളിപ്പെട്ട് വരുന്നത് കൊണ്ട്, വെളിപ്പെട്ട് വരാത്തതുകൊണ്ട്. ഈ വെളിപ്പെട്ട് വരാത്തതിനെ എങ്ങനെ തിരിച്ചറിയാം? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ ഇനി ഒരാളെ ഉപദ്രവിക്കാതെ കുറെ ആളുകൾ അല്ലെങ്കിൽ വ്യക്തികൾ കൂട്ടമായിട്ട് നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ മാനസികമായി തളർത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു, അവരുടെ അകത്തിരിക്കുന്ന പിശാചിന് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇരിക്കാൻ കഴിയുന്നില്ല. ആ പിശാച് ആ വ്യക്തിയിലൂടെ നിങ്ങളെ പ്രകോപിപ്പിക്കുകയും ആ വ്യക്തിയോട് ഫൈറ്റ് ചെയ്യുവാൻ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാവോ? ഇവരിങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധി വന്ന് പറയും, എൻ്റെ കർത്താവേ എനിക്ക് മാത്രം എന്താണ് വിഷയം? അതുകൊണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞത്, കർത്താവ് പറയും, നിനക്ക് വിഷയം വരാൻ കാരണം നിന്റെ അകത്ത് അഭിഷേകം ഇരിപ്പുണ്ട്. ഇവിടെ നിങ്ങൾ ഈ വചനം നോക്കിക്കോണം, ഈ വാക്യം നിങ്ങൾ വായിച്ചോണം. ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ 5-ാം അധ്യായത്തിന്റെ 37 മുതൽ ഓരോ ദിവസവും ഈ പറയുന്ന വചനങ്ങൾ നിങ്ങളൊന്ന് കേട്ടൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഞാനും പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ആള് കൂടുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ ആള് കൂടുന്നതിൻ്റെ അകത്ത് വചനത്തിൽ എത്ര പേര് വളരുന്നു എന്നുള്ളതാണ് അനുഗ്രഹം. രക്ഷപ്പെടണോ? കർത്താവിന്റെ വചനത്തിൽ നിങ്ങൾ വളർന്നാൽ മാത്രം മതി, രക്ഷപ്പെടുവാൻ ഇടയായിത്തീരും. ഇവിടെ നിങ്ങൾ നോക്കിക്കോണം,
37-ാമത്തെ വാക്യത്തിൽ പറയാണ്, അതിനുശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെയൊക്കെയും തന്റെ പക്ഷം ചേർക്കുവാൻ വശീകരിച്ചു. അവനും നശിച്ചു, അവന്റെ അനുസരിച്ചവരൊക്കെയും ചെതറിപ്പോയി. അതായത് യേശുക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ട് ശിഷ്യന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? അവരിങ്ങനെ ഉപദേശം പറഞ്ഞു നടക്കുന്ന സമയത്ത് ഇവരെ എന്ത് ചെയ്തു? ആളുകൾ എതിർക്കാൻ തുടങ്ങി. ആ എതിർക്കാൻ തുടങ്ങിയ സമയത്ത് ഗമാലിയൽ എന്ന് പറയുന്നത് പൗലോസിന്റെ ഗുരുവായ ഗമാലിയൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവർക്ക് മധ്യത്തിൽ എന്ത് ചെയ്യുകയാണ്? ഇവിടെ മുതൽ ഞാൻ വായിക്കുന്നത് ഏകദേശം മനസ്സിൽ 28-ാം വാക്യം മുതൽ 27 മുതൽ ഞാൻ വായിക്കും. അപ്പോഴേ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കൂടെ വായിക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ ഈ അപ്പോസ്തല പ്രവൃത്തി ഇന്ന് മുതൽ വായിക്കുന്നെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ അവരെ കൊണ്ടുവന്ന ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തി മഹാപുരോഹിതൻ അവരോട് യേശുവിന്റെ നാമത്തിൽ ഉപദേശിക്കരുത്, ശ്രദ്ധിച്ച്, യേശുവിന്റെ നാമത്തിൽ ഉപദേശിക്കരുത് ഞാൻ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിൽ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസ് ശേഷം അപ്പോസ്തലന്മാരെ, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നത് നല്ലതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിൽ മാനസാന്തരവും പാപമോചനവും നൽകുവാൻ അവൻ ദൈവത്തിന് പ്രഭുവായി രക്ഷിതാവായി തന്റെ വലങ്കയ്യാൽ ഉയർത്തിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകി പരിശുദ്ധാത്മാവ് സാക്ഷിയാകുന്നു ഉത്തരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കുവാൻ ഭാവിച്ചു. അപ്പോൾ സർവ്വജനത്തിന് ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയൻ എന്നൊരു പരീശൻ, അതായത് പൗലോസ്ലീഹായുടെ ഗുരുവാണ്, അദ്ദേഹം പണ്ഡിതനാണ്, ജ്ഞാനിയാണ്, ബൈബിൾ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളാണ്. അദ്ദേഹം പറയുകയാണ്, പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് ഞാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ വാക്കുകൾ ശ്രദ്ധിച്ചോണം, സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ നാളുകളിൽ മുമ്പേ തബാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്ന് കൂടിയെങ്കിലും അവർ നശിക്കുകയും അവരനുസരിച്ചവരെല്ലാം ചിന്നി ഒന്നുമില്ലതായി. അവനെ ശേഷിച്ച ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു. ശ്രദ്ധിച്ചോണം, അവനും നശിച്ചു. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആലോചനയും പ്രവൃത്തിയും മാനുഷികമെന്ന് വരികയിൽ നശിച്ചു പോകും. ഈ വാക്ക് ശ്രദ്ധിച്ചോണം, ദൈവീകമെങ്കിലോ നിങ്ങൾ അത് നശിപ്പിപ്പാൻ കഴിയത്തില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ വാക്ക് നോക്കിയോണം, ദൈവീകമെങ്കിലോ. അപ്പൊ ഗമാലിയൻ പറയുകയാണ്, അദ്ദേഹം ഒരു വിശ്വാസിയല്ല, പക്ഷെ ഒരു യഹൂദ മത അനുസാരിയും പണ്ഡിതനുമാണ്, യേശു വിശ്വാസിയല്ല. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ദൈവീകമെങ്കിൽ നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് എതിർക്കുവാൻ കഴിയും. ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് എതിർക്കുവാൻ കഴിയും. നിങ്ങൾക്ക് അവരെ അമർച്ച ചെയ്യുവാൻ ശ്രമിക്കാൻ പറ്റും. യേശുവിന്റെ പേരിൽ അവരെ ഒതുക്കാൻ നോക്കാൻ പറ്റും. പക്ഷെ ഇത് മാനുഷികമെങ്കിൽ നശിക്കും, ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയത്തില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾക്കെതിരെ സംഘം ചേരുമ്പോൾ അവൾ ദൈവത്തിനെതിരെ സംഘം ചേരുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കൽ ഞാനൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞത്, ഒരു പ്രാർത്ഥനാ വിഷയം ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് പല ആവർത്തിയെങ്കിലും ഈ ഒരു വചനഭാഗം വന്നപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നതാണ്. ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര ബ്രദറെ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്നോട് ഭയങ്കര എതിർപ്പാ. ആ ഒരു എതിർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ, വഴിയെ പോകുന്ന ആൾക്കാർ വരെ വെറുതെ പരാതി കൊടുക്കുകയും വെറുതെ അവർക്കെതിരെ കുറ്റം പറയുകയും ചെയ്യാത്ത തെറ്റുകളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരാതി കൊടുക്കുക. അപ്പോഴോട് പറഞ്ഞു, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് ഇവിടുന്ന് ഇറങ്ങി ഓടിയാൽ കൊള്ളാതുള്ളൂ, പക്ഷേ എനിക്കിവിടെ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ, വരുമാനം വേറെ ഇല്ല. വളരെ സങ്കടത്തോടെ. അപ്പം ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഞാൻ ആ സഹോദരി എൻ്റെ ഉള്ളിൽ വന്ന വാക്യം പറഞ്ഞു, സഹോദരി, കർത്താവിൻ്റെ നാമത്തിൽ ദൈവം ആക്കി വെച്ചു കൊടുത്ത് നിങ്ങൾ നിൽക്കും. പക്ഷെ സഹോദരി തന്നെ സങ്കടമായിരുന്നു. പിന്നെയും സങ്കടം പറഞ്ഞു. കുറേ നാളിനോട് സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നു. ആ സഹോദരിക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. അതിനുശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ചോദിച്ചു, സഹോദരി, ആ എതിർക്കുന്ന ആള് ആരാന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ബ്രദറെ, ആദ്യം എതിർത്തിയ ആള് ഭയങ്കര ഇതായിരുന്നു, പക്ഷെ അവരവിടുന്ന് പോയി. രണ്ടാമത് എതിർത്തിയ ആൾ എന്ത് ചെയ്തു? ഭയങ്കര എതിർപ്പായിരുന്നു, അവരും പോയി. മൂന്നാമത് എതിർത്തിയ ആളുണ്ട്, അവരും പോയി. നാലാമത് എതിർക്കുന്ന ആൾ, അവരും പോയി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഇവരോട് എതിർക്കുന്ന ശത്രു എത്ര പൊങ്ങി വന്നാലും അവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല.
അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരി ശ്രദ്ധിച്ചു നോക്കി, നിങ്ങളെ ആവശ്യമില്ലാതെ നിങ്ങളെ പഴി പറഞ്ഞ് ചെയ്യാത്ത തെറ്റിന് നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്ത ആളെ കൂട്ടി ആൾക്കാർ ഇപ്പൊ അവിടെ ഇല്ല. പക്ഷെ ഇത്രയും ആൾക്കാർ അവിടുന്ന് പോയപ്പോഴും നിങ്ങൾ അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നിങ്ങളോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മളോട് എതിർക്കുന്ന ശത്രു ഉണ്ടെന്നും ആ ശത്രുവിനോട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, ആ ശത്രുവിനെ യഹോവ നിങ്ങളുടെ മുമ്പിൽ തോൽക്കുമാറാക്കും. ആവർത്തന വാക്യമാണ്. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വേഗത്തിലൊന്ന് കാണിക്കാം. ആവർത്തന പുസ്തകത്തിന്റെ അകത്ത് 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ വാക്യം കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന ഇതാണ്: നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ, അതാണ് അതുകൊണ്ടാണ് ഗമാല്യൻ പറഞ്ഞത് മാനുഷികമെങ്കിൽ നശിക്കും, പക്ഷെ ഇത് ദൈവീകമെങ്കിൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് നശിപ്പിക്കാൻ കഴിയത്തില്ല. അതിൻ്റെ കാരണം അവർ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? യുദ്ധം ചെയ്യുന്നു. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നിൽക്കുന്ന ഒരു സമയത്ത്, നമ്മൾ കർത്താവിൻ്റെ നാമത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത്, നമുക്കെതിരെ ആളുകൾ കൂടുമ്പോൾ, നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്കാണ് തോന്നുമ്പോൾ, ഒരു കാര്യം ഉറപ്പിച്ചോണം, അവരുടെ അകത്തിരിക്കുന്ന, അപ്പം നമ്മൾ അതുവരെ നമ്മൾ കൂട്ടുകാരാന്ന് വിചാരിച്ച് നടന്ന പല ആൾക്കാരുടെ അകത്ത് എന്തിരിപ്പുണ്ടായിരുന്നു? ഞാൻ ഈ പറഞ്ഞ വാക്യം വെച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളെ പെട്ടെന്ന് നിങ്ങൾക്ക് വളരെ സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ ഇപ്പൊ സംഘം ചേർന്ന് നിങ്ങളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അകത്ത് എന്തിരിപ്പുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്? പറയാൻ പറ്റുമോ? അപ്പൊ ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ പിശാചിരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് പറ്റി? അതുവരെ നിങ്ങൾ ഒരു കുഴപ്പം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, വചനം കേട്ട് ബലപ്പെടാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകം പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങി. അത് ഒഴുകുവാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? പിശാചൻ അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. അവന് മനസ്സിലായി ഇനി. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? ആളുകളെ എന്ത് ചെയ്തു? അവരുടെ നാവിനെ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സങ്കടം വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ നമുക്ക് വേണ്ടപ്പെട്ടവരോ നമ്മുടെ സുഹൃത്തുക്കളോ നമുക്ക് അറിയാവുന്നവരോ ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയാ. അവർ നമ്മളെ ചീത്ത പറഞ്ഞാൽ നമുക്ക് വേദനയാ. പക്ഷെ വഴിയെ പോകുന്ന ഒരു കള്ളുകുടിയൻ കള്ളു കുടിച്ച് ലെക്ക് കെട്ട് നിങ്ങളെ നോക്കിക്കൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് ചീത്ത പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടോ ഇല്ലയോ? പറ. വിഷമമുള്ള ആരെയുണ്ടോ? അതെന്നാ നിങ്ങൾക്ക് വിഷമം വരാത്തത്? പരിചയമില്ലാത്തതുകൊണ്ട്. നിങ്ങൾക്ക് ഒരു പരിചയമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അവൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ ആ മദ്യത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് പറയുന്നത് കൊണ്ട് അവന് ബോധമില്ലെന്ന് നമുക്കറിയാം. ഇപ്പൊ മനസ്സിലായോ? പക്ഷേ പിശാചിന്റെ ഒരു തന്ത്രം, ഞാൻ പിശാചിന്റെ ശക്തിയല്ല ഉപയോഗിക്കുന്നത്, അവന് നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവന്റെ തന്ത്രം എന്നാണെന്നറിയാവോ? ഇപ്പൊ വഴിയെ പോകുന്നൊരു കള്ളുകുടിയൻ ചീത്ത പറഞ്ഞാൽ നമ്മൾ പറയാം അവൻ കള്ളുകുടിയനാ, ബോധമില്ലാത്തവനാ. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവൻ കള്ളു കുടിക്കാതെ നമുക്കെതിരെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ മാനസികമായി നമ്മൾ തളരും. എന്നാലും അവരെല്ലാം കൂടി എന്നെ എന്ത് ചെയ്യാൻ നോക്കുവാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇത് മാനുഷികമെങ്കിൽ നശിക്കും, പക്ഷെ നിങ്ങൾ ദൈവികമായതുകൊണ്ട് നിങ്ങളോട് എതിർക്കുന്നവൻ ദൈവത്തോട് എതിർക്കുകയാണ്. ഈ വചനം നോക്കിക്കേ, ആവർത്തന പുസ്തകം 28:7 നോക്കി. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ, ഇനി നിന്നോട് എന്നുള്ളത് മാറ്റിയിട്ട് എന്നോട് നാക്കിക്കേ, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി വരും, എൻ്റെ നേരെ വരും, 7 വഴിയായി അവർ എൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഈ വചനം നമ്മളോട് വ്യക്തമായി സംസാരിച്ചു നമ്മളോട് പറയുകയാണ്. ആവർത്തന പുസ്തകം 28:30 നോക്കിയ, ദൈവികമെങ്കിലോ അത് നിങ്ങൾക്ക് നശിപ്പിപ്പാൻ കഴിയത്തില്ല, നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ അവിടെ പോയി അവരുടെ കുറ്റം പറഞ്ഞിട്ട് അവിടെ കലഹം ഉണ്ടാക്കിയിട്ട് അടി ഉണ്ടാക്കുന്നവരെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് കാര്യം പറഞ്ഞ തുടക്കത്തിലേ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ ഗമാലിയൻ പറയുകയാണ്, പൗലോസ്ലീഹായുടെ ഗുരുവായി, പൗലോസ്ലീഹ തന്നെ പറഞ്ഞ ഗമാലിയന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചെന്നൊക്കെ പൗലോസ് പറയത്തില്ലേ? അത്രത്തോളം ശ്രേഷ്ഠനായൊരു മനുഷ്യൻ, ബൈബിൾ പണ്ഡിതൻ പറയുകയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു, ഇത് പത്രോസും യോഹന്നാനും ഫിലിപ്പോസും ഒക്കെ പ്രസംഗിക്കുന്ന വചനം, കാര്യം അവർ
അതിന് റോമൻ ഗവൺമെന്റ് സർവ്വശക്തിയും എടുത്തു വന്നാലും, ലൂസിഫർ തല പുകഞ്ഞ് സൈന്യമായിട്ട് ഇറങ്ങി വന്നാലും, ലോകത്തിൽ എത്ര ശക്തി ഇറങ്ങി വന്നാലും ഒതുക്കാൻ കഴിയത്തില്ല, നശിപ്പിക്കാൻ കഴിയത്തില്ല. നീ ദൈവത്തോട് പോരാടുവാന്ന ഗമാലിയൻ പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ പോരാട്ടമാണെന്നും ബന്ധനമാണെന്നും പിശാചാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ മിക്ക ആൾക്കാരും മനസ്സിലാക്കും, ബ്രദറെ ഭയങ്കര പോരാട്ടമാ. നിങ്ങളാണ് ഏറ്റവും ശക്തനായ പോരാളി. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളാണ് പോരാളി. നിങ്ങളെക്കാൾ വലിയൊരു ശക്തി, ഒരു വിശ്വാസിയേക്കാൾ വലിയൊരു ശക്തി ലോകത്തിലില്ല. അറിയാവോ? ദൈവം കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട പോരാളി നിങ്ങളാ. ദൈവം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അപകടകാരിയായ പിശാചിന്റെ ലോകത്തിന്റെ ഏറ്റവും ശക്തമായ വെപ്പൺ വിശ്വാസിയാ. ദൈവം കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കണം. ദൂതന്മാര് പോലും അല്ല. ദൈവം കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും സുപ്പീരിയർ പവറിൽ നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൺ എന്ന് പറഞ്ഞാൽ വിശ്വാസിയാ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ വാക്കിൽ വലിയ ശക്തി ഇരിപ്പുണ്ട്. ബൈബിൾ പറയണം, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിക്കപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? അത്രയും പവറുള്ള വേറെ ഏത് വെപ്പണാ ലോകത്തിലുള്ളത്? സ്വർഗത്തെയും ഭൂമിയെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ദൈവം കഴിഞ്ഞാൽ അടുത്ത ശക്തി വിശ്വാസിയാണ്. പക്ഷെ വിശ്വാസി ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് പോരാട്ടവും ബന്ധനവും ഒക്കെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മളെ ട്രാപ്പ് ചെയ്യുകയാണ്. നമ്മൾ ചെറിയൊരു സംഭവമാണ് നമ്മളെ ട്രാപ്പ് ചെയ്യുകയാണ്. ഈ ഗമാലിയൻ പറയുന്ന നോക്കി, അദ്ദേഹം യേശുവിനെ അനുഗമിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ഇത് ദൈവീകമെങ്കിൽ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയത്തില്ല. നശിപ്പിക്കാൻ നോക്കുന്നവൻ, ആവർത്തന പുസ്തകത്തിൽ ആ വാക്ക് ഞാൻ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ആവർത്തനം, നശിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽപ്പിക്കും. അവൻ ഒരു വഴിയായി നിന്റെ പേരെ വരും, 7 വഴിയായിട്ട് ഓടിപ്പോകും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളോട് എതിർക്കുന്ന ശത്രുവിനെ ഓടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് പിശാചായിക്കോട്ടെ, മനുഷ്യന്റെ ബുദ്ധി ആയിക്കോട്ടെ, മനുഷ്യന്റെ ട്രാപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ അവിടെ എന്താ ചെയ്യണമെന്ന് അറിയോ? ദൈവസന്നിധിയിൽ പോയിട്ട്, എൻ്റെ കർത്താവേ എനിക്ക് മാത്രം എന്നാണ് ഈ പ്രശ്നമെന്ന് പറയാതെ ഈ വചനം ഉറക്കെ പറഞ്ഞാൽ മാത്രം മതി. മനസ്സിലാകുന്നുണ്ടോ? ദൈവസന്നിധിയിൽ പോയി പരാതി പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിങ്ങളിപ്പം ആ വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യുക, അവൻ്റെ അകത്തിരിക്കുന്ന ദുരാത്മാവിനെ മറക്കുക നമ്മൾ. ഇപ്പം മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോണം. നിങ്ങൾക്കെതിരെ ആവശ്യമില്ലാത്ത ആളുകൾ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ, എതിർക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, അവൻ്റെ അകത്തിരിക്കുന്ന ദുരാത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണ്. മനസ്സിലാവും? നിങ്ങൾ അവനെ എത്ര സന്തോഷിപ്പിക്കാൻ നോക്കിയാലും അവൻ സന്തോഷിക്കത്തില്ല. പക്ഷെ അവൻ്റെ മേലെ ദുരാത്മാവിന്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മിനി സിസ്റ്ററുമായിട്ട് സംസാരിച്ച സമയത്ത് സിസ്റ്റർ അങ്ങോട്ട് സ്ട്രഗിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ഈ ഒരു വാക്യം പെട്ടെന്ന് അത് ഓർത്തെടുത്തത്. എൻ്റെ ഹൃദയത്തിൽ ആ സഹോദരിക്ക് വേണ്ടി ആ വാക്യം പെട്ടെന്ന് അങ്ങനെ വന്നതാണ്. ഞാൻ ആ സഹോദരി പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങളൊരു കാര്യം ഇപ്പം മനസ്സിലായോ? നിങ്ങൾക്ക് ചുറ്റുവട്ടം ഇരിക്കുന്ന ആളുകൾ ഒരു കാരണവും ഇല്ലാതെ നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ, ഞാൻ വീണ്ടും പറഞ്ഞ് ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ, തെറ്റ് ചെയ്തിട്ടല്ല, ഒരു തെറ്റും ചെയ്യാതെ ആളുകൾ നിങ്ങൾക്കെതിരെ കൂട്ടം കൂടുമ്പം വിശ്വാസികൾ പഠിച്ചതെന്നറിയോ? ഭയങ്കര പോരാട്ടമാണ്, ഭയങ്കര ബന്ധനമാണ്, പിശാച് ഇങ്ങനെയിട്ട് ഞങ്ങളെ വട്ടം കറക്കുക, പിശാചല്ല. അങ്ങനെ പറഞ്ഞ് പഠിക്കരുതേ. ഇങ്ങനെ പറഞ്ഞ് പഠിക്കുക. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ, എൻ്റെ കൂടെ ഒന്ന് ഉറക്കെ ഈ വചനം ഒന്ന് വായിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഈ നിന്നോട് എന്നുള്ളത് മാറ്റിയിട്ട് എന്നോട് നാക്കിയിട്ടൊന്ന് പറഞ്ഞേ. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ തോൽക്കുമാറാക്കും. ആമേൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്കെതിരെ ആവശ്യമില്ലാതെ ആളുകൾ കൂട്ടമായിട്ട് നിങ്ങളെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു, അവരുടെ അകത്തിരിക്കുന്ന അയ്യോ ബ്രദറെ, അവര് പാവ ബ്രദർ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അവര് എന്തോരം സ്നേഹമായിരുന്നറിയോ? ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞാന്നറിയാവോ? പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ആരാധിക്കുകയും ശക്തിപ്പെട്ടപ്പം ഇത് പെട്ടെന്ന് എതിർത്തപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാന്നറിയാവോ? അവർക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാ അല്ലേ? അല്ല, ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെട്ടപ്പോൾ അഭിഷേകം ഒഴുകി. ഈ ചൂടുള്ള ഞാനിപ്പോൾ ഉദാഹരണം ഒരു അയൺ ബോക്സ് ഇങ്ങനെ ചൂടാക്കി വെച്ചിരിക്കുക. നിങ്ങളത് കാണാൻ, നമുക്ക് അയൺ ബോക്സ് ചൂടായി, ഇപ്പം നിങ്ങളത് പ്ലഗ് കുത്തിയിട്ട് ആ പ്ലഗ് ഓൺ ആക്കിയിട്ടില്ല, നിങ്ങളത് കണ്ടില്ല. ഈ അയൺ ബോക്സ് ഓൺ ആയിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ അയൺ ബോക്സ് കുത്തിയിട്ടെന്ന് വിചാരിച്ചു. ഞാൻ പണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. പണ്ട് അതിൻ്റെ അകത്തൊരു എർത്തം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ചൂടായോ എന്ന് അറിയാൻ വേണ്ടി കംപ്ലൈൻറ്റ് ഉള്ളതായിരുന്നു പണ്ട്.
അതേ പിടിക്കുക, എന്നെ എടുത്തെറിയുന്ന രീതിയിൽ ഷോക്ക് അടിച്ചു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ എടുത്തെറിയുന്ന കറണ്ട് അടിച്ചിട്ട് എടുത്തെറിഞ്ഞു, തെറിച്ചു പോയി ഞാൻ. ഈ സമയത്തല്ല, ഞാനൊരു എത്രല്ല 8ലോ 9ലോ പഠിക്കുന്ന സമയത്തായിരുന്നു. തെറിച്ചു പോയി ഞാൻ എർത്തടിച്ചിട്ട്. അതിന് കംപ്ലൈന്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ചൂട് ഉണ്ടോ ഇല്ലെന്ന് തൊട്ട് നോക്കിയാൽ നമുക്ക് അറിയത്തുള്ളൂ. ഇതേപോലെയാണ് വിശ്വാസി. നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകം ഒഴുകുന്നത്. അതെങ്ങനെ അറിയാൻ പറ്റുമെന്നറിയാവോ? നിങ്ങൾക്കെതിരെ ആളുകൾ ഉയർന്നു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, നിങ്ങളുടെ അകത്തിരിക്കുന്ന ചൂടുള്ള അഭിഷേകത്തെ അവർക്ക് പൊള്ളാൻ തുടങ്ങി, അവർക്ക് തൊടാൻ പറ്റും. നോക്കി, പത്രോസും യോഹന്നാനും ഒക്കെ മീൻ പിടിച്ചു നടന്നപ്പോൾ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ചിന്തിച്ചു നോക്കിയേ, വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവര് സാധാരണ പോലെ മീൻ പിടിക്കുന്നു, ചിലപ്പോൾ മീൻ കിട്ടത്തില്ല. ആ മീൻ ചന്ത വന്നു ആൾക്കാരോടൊക്കെ വർത്താനം പറഞ്ഞ് എന്നെ കൊണ്ട് വിശേഷം, അങ്ങോട്ടൊക്കെ നോക്കി, ഉള്ള മീനും വിറ്റ് അരിയും മേടിച്ചുകൊണ്ട് പച്ചക്കറിയും മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നു, മീൻ കറി വെക്കുന്നു, ഉള്ളതുകൊണ്ട് ആഹാരം കഴിച്ചു, ഉള്ള കട്ടതയിലും പ്രയാസത്തിലും ജീവിക്കുന്നു. ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഗമാലിനും പ്രശ്നമില്ല, റോമൻ ഗവൺമെന്റിനും പ്രശ്നമില്ല, യഹൂദനും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. പക്ഷെ എപ്പോഴാണോ അഭിഷേകം പ്രാപിച്ച് യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി, അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങിയപ്പം നമ്മൾ പറയത്തില്ല, വഴിയെ പോകുന്ന സകല വയ്യാവേലി എന്ത് തുടങ്ങി, ഇളകാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭാരപ്പെടരുത്. അന്ന സഹോദരിയെ വാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. കണ്ടോ, ഇത്രയും ശക്തിയുള്ള അഭിഷേകം ചുമന്നുകൊണ്ടോ നമ്മൾ ഈ നടക്കുന്നത് മുഴുവനും. പക്ഷെ നമ്മൾ അയൺ ബോക്സ് പോലെയാ, ചൂടായോ എന്ന് തൊട്ട് നോക്കാതെ അറിയപ്പെടും. പക്ഷെ പിശാചിന് അറിയാം നിങ്ങൾ ചൂടായോ ഇല്ലയോ എന്ന്. നിങ്ങൾ നിങ്ങളുടെ പോകുന്ന സ്ഥലത്ത് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നിങ്ങൾ ചൂടായിട്ടില്ല, നിങ്ങളുടെ ചൂട് അഭിഷേകം പുറത്തേക്ക് വന്നിട്ടില്ല. നിങ്ങളുടെ അഭിഷേകം പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബൈബിൾ വ്യക്തി, നിന്നോട് എതിർക്കുന്ന ശത്രു, വഴിയെ പോകുന്നവരല്ല എങ്ങനെ ശത്രുവാകുന്നത്? അവൻ്റെ അകത്തിരിക്കുന്ന ദുരാത്മാവിന് ഇരിക്കാൻ കഴിയുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ദിവസങ്ങളിൽ ഭാരപ്പെടരുത് കേട്ടോ, ശക്തിപ്പെട്ടാൽ മതി. അവൻ്റെ അകത്തിരിക്കുന്ന പിശാചിനെ തകർക്കുവാനുള്ള അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ വചനം ആ വ്യക്തിയെ ശത്രുവായി കാണരുത്. ശ്രദ്ധിച്ചോണം, ഇവിടെ നിങ്ങളൊരു മാർക്ക് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. ശത്രു ആരാന്നറിയാവോ? നമ്മുടെ ശത്രു ആരാ? ഞാനൊരു പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് കാണിക്കാം. ആരാ നമ്മുടെ ശത്രു എന്നുള്ളത് നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരാം. അത് ഒരു വാക്യം കൂടെ ഞാനൊന്ന് എടുത്ത് കാണിക്കാം. എഫേസ്യ ലേഖനത്തിൻ്റെ അകത്തൊരു വാക്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നിട്ട് ഞാനതൊന്ന് മനസ്സിലാക്കി തരാം. എഫേസ്യ ലേഖനത്തിൻ്റെ അകത്ത് ആരാണ് ശത്രു എന്നവിടെ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമുക്കെതിരെ ഈ ഗൂഢാലോചന, ഞാൻ എപ്പോഴും എന്നോട് എതിർക്കുന്ന ശത്രു എന്ന് ഞാൻ പറയുമ്പോൾ വ്യക്തിയല്ല, വ്യക്തി എന്നുള്ളത് ചിലപ്പോൾ അബദ്ധത്തിൽ വന്നാൽ ഞാൻ കർത്താവ് വ്യക്തിയോട് ക്ഷമിക്കണം. യേശുവിൻ്റെ നാമത്തിൽ വ്യക്തിയല്ല, വ്യക്തിക്കകത്തിരിക്കുന്ന ദുരാത്മാവ്. ഞാൻ ഇന്നും കൂടെ അങ്ങനെ പറഞ്ഞു, പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ തിരുത്തി ക്ഷമ ചോദിച്ചു, കർത്താവ് ആ വ്യക്തിയല്ല എൻ്റെ ഫോക്കസ്, വ്യക്തിക്കകത്തിരിക്കുന്ന ദുരാത്മാവിനെ ഒതുക്കുന്നൊരു അഭിഷേകം കർത്താവിൽ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ആ വാക്യം ഒന്നെടുക്കാം. ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യമാണ്. എഫേസ് 6-ന്റെ 12ഉം 11ഉം വാക്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ ആ വാക്യം നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഇവിടെ നോക്കി, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അതായത് മനുഷ്യനോടല്ല, വാഴ്ചകളോടും അധികാരികളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയത്ര. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ അകത്തും ഇത് ഇരിപ്പുണ്ട്. അവൻ നല്ല ഉടുപ്പൊക്കെ ഇട്ട് സ്പ്രേയൊക്കെ അടിച്ച് മുടിയൊക്കെ ചെയ്യുക ബ്യൂട്ടി പാർലറിലൊക്കെ പോയിരിക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റത്തില്ല. പക്ഷെ അഭിഷേകമുള്ളവൻ അടുത്ത് ചെല്ലുമ്പോൾ ഇവൻ്റെ അകത്തിരിക്കുന്ന ഈ അന്ധകാരത്തിൻ്റെയും ലോകാധിപതിയുടെയും സ്വർലോകത്തിൻ്റെ ദുഷ്ടാത്മസേനയൊക്കെ ഇളകാൻ തുടങ്ങും. അപ്പം മനസ്സിലാവും. ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നല്ല മിടുക്കിയായിട്ടിരിക്കുന്ന ഈ പുള്ളിക്കാരിക്ക് എന്തോ എന്നോട് എതിർക്കുന്നത്, ബ്യൂട്ടി പാർലറിൽ പോയി മിടുക്കിയായിട്ടിരിക്കുന്നതിൻ്റെ അകത്തിരിപ്പുണ്ടൊരു സാധനം. ഇപ്പം മനസ്സിലായോ? അതിൻ്റെ അകത്തിരിക്കുന്ന, അവളുടെ അകത്തിരിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിക്കകത്തിരിക്കുന്ന, ആ മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന ഈ സാധനം നിങ്ങൾക്കെതിരെ കൂട്ടം കൂട്ടമായി വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. എത്ര കൂട്ടമായി വന്നാലും ഒരു കാര്യം ഉറപ്പിച്ചോണം, യുദ്ധം യഹോവയ്ക്കുള്ളത്. എനിക്ക് ആ വാക്ക് എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമാണ് ആവർത്തനം. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും, തോൽപ്പിക്കും. ഇപ്പം മനസ്സിലായോ? നമ്മൾ എവിടെയാണ് ബലപ്പെടേണ്ടത്? നമ്മൾ എവിടെയാണ് നമ്മൾ ശക്തിപ്പെടേണ്ടത്? നമ്മൾ ശക്തിപ്പെടേണ്ടത് ദൈവവചനത്തിലായിരിക്കണം. നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിലായിരിക്കണം ശക്തിപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഈ വചനത്തിൻ്റെ ശക്തി. മനസ്സിലായോ? ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ എതിർക്കുന്ന സകല വ്യക്തികളും
FAC ലേഖനം സിസ്റ്ററെ 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഞാൻ എടുത്തത്. ഈ വചനത്തിന്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കണം. ചിലരോട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഭയങ്കര പാട്. ഓ ബ്രദറെ ഞാൻ പറയുന്നുണ്ട്, ഓ എല്ലാ ദിവസവും ഞാൻ പറയുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ വചനമാണ് നിങ്ങളെ ബലപ്പെടുത്തുന്നത്. ഇപ്പൊ ഞാൻ ഈ വചനം പറഞ്ഞപ്പോഴല്ലേ, എത്ര പേർക്ക് ഞാൻ ഈ വചനം പറഞ്ഞപ്പോൾ കാര്യം പിടികിട്ടിയ? എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾ ഇപ്പൊ പൊക്കോണ്ടിരുന്ന ആരെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ആ വചനത്തിലൂടെ പറഞ്ഞപ്പോ കറക്റ്റ് പിടികിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതേ വചനം തന്നെ മതി നിങ്ങളെ ആ വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ. അപ്പം നാളെ മുതൽ പോരാട്ടവും ബന്ധനവും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കോണം, എന്നോട് എതിർപ്പ് വരുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിഷേകത്താൽ ഇവരെ രക്ഷിക്കുമെന്നൊരു, നിങ്ങൾ എവിടെ നിൽക്കുന്നുണ്ടോ ഒരു കാര്യം ഉറപ്പിച്ചോണം. എവിടെ നിൽക്കുന്നുണ്ടോ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇവിടെ നിങ്ങൾ നേരെ ഞാൻ പെട്ടെന്ന് ഈ അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് വരാം. പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ദൈവികമെങ്കിലോ ഇത് നശിച്ചു പോകുവാൻ കഴിയത്തില്ല, ദൈവത്തോട് പോരാടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സമയത്ത് അപ്പോസ്തലന്മാർ എവിടെയാണെന്ന് അറിയാൻ പറ്റും. നിങ്ങൾ ഏത് സ്ഥലത്തായിരിക്കും ഇവർ? ആർക്കെങ്കിലും പറയാൻ പറ്റും? അപ്പോസ്തലപ്രവൃത്തി 1 മുതൽ വായിച്ചതിൽ നമ്മൾ സുവിശേഷം മുതൽ തുടങ്ങിയതാണ്. എവിടെയാണ് ഇവർ നിൽക്കുന്ന സ്പോട്ട്? എരിശലേമിലാണ് ഇവർ നിൽക്കുന്നത്. ഇപ്പം നിൽക്കുന്നത് എരിശലേമിന്റെ ചുറ്റുവട്ടത്താണ് നിൽക്കുന്നത്. അപ്പൊ യെരുശലേമിൽ നിന്നുകൊണ്ട് സുവിശേഷം പറയുമ്പോൾ യെരുശലേമിൽ ഇവർക്ക് എതിർപ്പുണ്ടായി. അപ്പൊ ഇവർ ചിന്തിക്കും, എൻ്റെ കർത്താവ് ഇതെന്നാ പ്രശ്നമാണ്. പക്ഷെ ഇവർ പെട്ടെന്ന് ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റി. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും, ആർക്കെങ്കിലും അറിയാൻ പറ്റിയ കാണാപ്പാടം പറയാൻ ആർക്കെങ്കിലും അറിയാവോ വാക്ക് ഏതാന്ന്? എന്തായി തരും? ആ സുവിശേഷം അറിയിക്കാനല്ല, യെരുശലേമിലും സാക്ഷിയാകും. വചനം മറന്നുപോകല്. സാക്ഷിയാക്കും നിങ്ങളെ യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം ഞാൻ നിങ്ങളെ എൻ്റെ സാക്ഷികളാക്കും. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഈ എതിർപ്പ് വന്നപ്പം ഗമാലിയൻ പറയുകയാണ്, ദൈവികമെങ്കിൽ എതിർക്കുന്നവൻ നശിക്കും, ദൈവസന്നിധി നിൽക്കുന്നവൻ നിലനിൽക്കും. അങ്ങനെയെങ്കിൽ യെരുശലേമിൽ ഇവരെ സാക്ഷിയാക്കണമെന്നുള്ള ദൈവത്തിന്റെ പ്ലാൻ എതിരെ ആര് പ്രവർത്തിക്കുന്നത്? അപ്പൊ മനസ്സിലായോ? നിങ്ങൾ ജോലി സ്ഥലത്തായിക്കോട്ടെ, നിങ്ങളുടെ നാട്ടിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, നിങ്ങളെ പക്ഷം ചേർന്ന് ചെയ്യാത്ത തെറ്റിനെ നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു, ദൈവത്തിന് നിങ്ങളെ അവിടെ വലിയൊരു സാക്ഷിയാക്കാൻ പ്ലാനുണ്ട്. ഇപ്പൊ പിടികിട്ടിയോ? ഓടരുത് കേട്ടോ, ഓടരുത്, പിന്മാറരുത്, രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അവിടെ നിന്നോണം, അവിടെ നിൽക്കണം. ഇപ്പൊ പിടികിട്ടിയോ? അവിടെ നിൽക്കണം. യെരുശലേം വിട്ട് ഇവിടെ യെരുശലേമിൽ ശക്തിപ്പെട്ടോണം. അപ്പൊ മനസ്സിലായോ? അപ്പോസ്തലന്മാർ കൂടും കുടുക്കി എടുത്തുകൊണ്ടോ ഞങ്ങളിപ്പോൾ നാട് വിടാൻ പോകും. അവർ ഭൂമിയുടെ അറ്റത്തോളം പോയെങ്കിലും ഇന്നും സഭയുടെ കൗൺസിൽ യെരുശലേമിൽ അറിയാവോ? പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറഞ്ഞുണ്ട്, യെരുശലേമിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോസ്തലന്മാർ അവിടെയാണ് അവരുടെ സഭയുടെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്, യെരുശലേമിൽ, അല്ലാതെ വേറെ എങ്ങുമല്ല, ഗലാത്തിയയിലോ കൊരിന്തിയയിലോ അല്ല. യെരുശലേം കൗൺസിലാണ്, യെരുശലേം സഭയാണ് ഏറ്റവും വലിയ അടിസ്ഥാനം. നോക്കി, അവിടെയാണ് ഇവരെ പറിച്ചു കളയുവാൻ നോക്കിയത്. ഇല്ല, നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് വരുന്നത്, അവിടെ തന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങളെ ദൈവം അവരുടെ നടുവിൽ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊന്നും അല്ല ബ്രദറെ ഞാൻ കടന്നു പോകുന്നത്. എൻ്റെ പൊന്നു സഹോദര സഹോദരി, മൈൻഡ് ചെയ്യരുത്, ഉറക്കെ പറഞ്ഞോണം. എന്നോട് എതിർക്കുന്ന ശത്രുക്കൾ, അത് രോഗമായിക്കോട്ടെ, ഇനി രോഗമായിക്കോട്ടെ, ഇനി ഏത് കടഭാരമായിക്കോട്ടെ, ഇതെല്ലാം ശത്രുവാണ് നമുക്കെതിരെ വരുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത്, മനുഷ്യന്റെ വാക്ക് മാത്രമല്ല ശത്രുത കേട്ടോ. മനുഷ്യന്റെ വാക്ക് മാത്രമല്ല ശത്രുത. രോഗം നിങ്ങൾക്കെതിരെ വരുന്ന അതിനെ യഹോവ തോൽപ്പിക്കും. പറയണം, എന്നോട് എതിർക്കുന്ന ശത്രു രോഗമായിക്കോട്ടെ, എന്നോട് എതിർക്കുന്ന ശത്രു കടഭാരത്തിന്റെ ആത്മാവായിക്കോട്ടെ, എന്നോട് എതിർക്കുന്ന ശത്രു കലഹത്തിന്റെ ആത്മാവായിക്കോട്ടെ, എന്നോട് എതിർക്കുന്ന ശത്രു അസമാധാനക്കേടിന്റെ ആത്മാവായിക്കോട്ടെ, യഹോവ അത് നിങ്ങളുടെ മുമ്പിൽ തോൽക്കുമാറാക്കിയിരിക്കും. എന്നെ ഉറപ്പാൻ നോക്കിയ ദൈവത്തിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദൈവത്തിന് ചില വാക്കുകൾ. ഭയങ്കര കോൺഫിഡൻസാ ദൈവത്തിന്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തിന് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള വാക്കുകളെ ദൈവം പറയുന്നത്. അപ്പൊ നിങ്ങൾ ദൈവമല്ലേ? അതെ, എന്നാൽ പോലും മനുഷ്യന് ഇത്രയും കോൺഫിഡൻസോടെ പറയാൻ പറ്റത്തില്ല.
കർത്താവ് പറഞ്ഞു നോക്കിയേ, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കിയിരിക്കും. ഇത് പ്രവാചകൻ പറയുക, മോശ പറയുക, എഴുതാൻ വേണ്ടി പറയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് എതിരായിക്കോട്ടെ പല ആൾക്കാരും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കിടയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നല്ല അടി ദൈവത്തിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കും പോകരുതെന്ന് പറഞ്ഞത്. കർത്താവോട് കളിക്കാൻ പോകരുത്, ദൈവമക്കളോട് കളിക്കാൻ പോകരുത്. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, എനിക്കെതിരെ ആളുകൾ വരുന്ന സമയത്ത് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാര്യം എനിക്കറിയാം എന്നോട് എതിർക്കുമ്പോൾ അവർക്ക് നല്ല അടി കിട്ടും. കാര്യം അത് ദൈവം അടിക്കുന്നതല്ല, വചനം കിടക്കുന്നത് കൊണ്ടാണ്. ആ വചനം അങ്ങനെ ആയതുകൊണ്ടാ. വചനം അങ്ങനെ എഴുതിയിട്ടുണ്ട്, എന്നോട് എതിർക്കുന്ന ശത്രുവിനെ യഹോവ തോൽപ്പിക്കും. ഞാനത് പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഇസ്രായേലിൻ്റെ ഇത്രയും വലിയ കാര്യം ഞാൻ എപ്പോഴും പറയും, ആശയപരമായിട്ട് പല കാര്യത്തിൽ നമുക്ക് അവരോട് വിയോജിപ്പുകൾ ഒത്തിരി ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് പല യുദ്ധങ്ങൾ വന്നിട്ടും അവരെ തകർക്കാൻ കഴിയാത്തതെന്നറിയാവോ? ഒറ്റ അനുഭവം വിട്ടാൽ തീരാനുള്ള പരിപാടിയേ ഉള്ളൂ. എല്ലാ രാജ്യം കൂടെ ഒരുമിച്ച് കൂടിയ ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുന്ന ഒരു കൊച്ചു രാജ്യമാണ് ഇസ്രായേൽ. മനസ്സിലായോ? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 10 രാജ്യങ്ങളോ ഇനി ഒരു 10ഓ 20ഓ രാജ്യങ്ങൾ ചേർന്ന് ഒരുമിച്ചൊന്ന് അറ്റാക്ക് ചെയ്താൽ തീരാനുള്ള പരിപാടിയുള്ളൂ. അമേരിക്കയെ പോലെയുള്ള വലിയ വലിയ ഉന്നത ശക്തികൾ ഇറങ്ങി വന്നാൽ അവരെ ഒതുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഒതുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? ഈ ആവർത്തന പുസ്തകം കിടക്കുക അവിടെ. ഈ വചനം നോക്കിയേ, ഈ ആവർത്തന പുസ്തകത്തിലെ വചനം ശ്രദ്ധിച്ച് നോക്കിയേ. ഇവരെഴുതിയൊക്കെ, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽപ്പിക്കും. അവൻ ഒരു വഴിയായി നിന്റെ നേരെ വരും, അവൻ 7 വഴിയായി നിന്റെ മുമ്പിൽ ഇത് ഓടിപ്പോകും. ഇതിങ്ങനെ കിടക്കുക ഈ വചനം. ഇത് ആരെങ്കിലും കയറി ഇതിനെ പിടിച്ചാലുണ്ടല്ലോ, ഈ വചനം നിങ്ങളുടെ പുറകെ വരും, ഈ വചനം നിങ്ങളുടെ കൂടെ വരും. നിങ്ങളുടെ എതിർക്കുന്ന സകലത്തെ മുട്ടുകുത്തിക്കുന്നത് വരെ ഈ വചനം അതിൻ്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങിപ്പോകത്തില്ല. പ്രിയരെ, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൽ ശക്തിപ്പെടും. ഈ ദിവസങ്ങളിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇനി നിങ്ങളത് പോരാട്ടമാണ്, ബന്ധനമാണ്, പിശാചാണ്, അതാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ശക്തിപ്പെടും. വചനം അങ്ങോട്ട് പറ. എന്നിട്ട് പറയണം, എന്നെ യേശു അവിടെ അതിൽ ബലപ്പെട്ടോണം, എന്നെ ഇവിടെ തന്നെ സാക്ഷ്യമാക്കും. അതിന് തല പോകുന്ന വിഷയമായിക്കോട്ടെ, തകർത്ത് തരിപ്പടവാക്കുമെന്ന് പറഞ്ഞ വിഷയമായിക്കോട്ടെ, ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവം നിങ്ങളെ സാക്ഷിയാക്കും. യെരുശലേമിൽ ഇവർക്ക് ഇത്രയും എതിർപ്പുകൾ വന്നെങ്കിൽ ആ യെരുശലേമിൽ തന്നെയാണ് സഭയുടെ ഏറ്റവും വലിയ കൗൺസിലിനെ സ്ഥാപിക്കപ്പെട്ടത്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ കൊണ്ടുപോകുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ചെയ്തെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ കൂടെ ഇന്ന് ഒന്ന് കർത്താവിലൊന്ന് ശക്തിപ്പെട്ടേ. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നമുക്കെതിരെ ആളുകൾ പക്ഷം ചേരുമ്പോൾ അതിൻ്റെ കാരണം എന്നാണ് ചോദിച്ചത്? ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ട്? നിങ്ങൾക്കെതിരെ ആവശ്യമില്ലാതെ ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്യുകയും അവർ പക്ഷം ചേരുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്നാണ്? നമ്മളിൽ അഭിഷേകം പുറത്തേക്ക് വരുമ്പോ ദുരാത്മാവും അവരുടെ അകത്തുള്ള ദുരാത്മാവിന് നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകത്തെ തേപ്പൂട്ടിയെ പിടിക്കുന്ന, നല്ല ചൂടായിട്ടിരിക്കുന്ന തേപ്പൂട്ടിയെ തൊടുന്ന പോലെയാ. പൊള്ളുന്നുണ്ട് അവർക്ക്. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് പൊള്ളുന്നുണ്ട്. അപ്പം നിങ്ങളെ എങ്ങനെയും എന്ത് ചെയ്യണം? മാനസികമായി, നിങ്ങളെ ശാരീരികമായി തകർക്കാൻ കഴിയത്തില്ല അവന്. ഞാൻ പറഞ്ഞില്ല, ഹൈ ഫ്ലെയിമബിൾ വെപ്പണാണ് നിങ്ങൾ. നമ്മൾ ഈ പെട്രോളൊക്കെ എഴുതിയിട്ടുണ്ട്, ഹൈ ഫ്ലെയിമിൽ എഴുതി കണ്ടിട്ടുണ്ട്, പെട്രോളിൻ്റെ അടുത്ത് എഴുതി വെച്ചേക്കുന്നത്. അതേപോലെ അതിനേക്കാൾ ഫ്ലെയിമബിൾ ആയിട്ടുള്ള, കത്തി നശിപ്പിക്കാൻ കഴിയുന്ന ഒരു വെപ്പണാണ് നിങ്ങൾ. സ്ട്രോങ് വെപ്പണ. ഞാൻ പറഞ്ഞു, ദൈവം കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും ശക്തമേറിയ ആയുധമാണ് നിങ്ങൾ. ഞാൻ വെറുതെ പറയുമല്ല. വേറെ ദൂതന്മാരോട് പോലും ദൈവം പറഞ്ഞിട്ടില്ല, നീ ഭൂമി കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടുമെന്ന്. ഉണ്ടോ? അതായത് ഭൂമിയിലും സ്വർഗത്തെയും തമ്മിൽ ഒരേപോലെ നിയന്ത്രിക്കുവാൻ അഭിഷേകം പ്രാപിച്ചവരാ നിങ്ങൾ. നമ്മൾ പലപ്പോഴും ഒരു വിശ്വാസിയുടെ പവർ അറിയാത്തത് കൊണ്ട് നമ്മളിപ്പോഴും പല പ്രശ്നങ്ങളിൽ നമ്മൾ കുടുങ്ങി കിടക്കുക. പുറത്തു പോവാ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാറാത്ത ഒരു പ്രശ്നവും ഇല്ല. യേശു പറഞ്ഞില്ലേ, ഹൃദയത്തിൽ സംശയിക്കാതെ ആ മലയോട് നീങ്ങി കടലിൽ ചാടി പോകാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അനുസരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ തന്നെ അതനുസരിക്കും. നിങ്ങൾ നിസ്സാരക്കാരല്ല. നമ്മളിപ്പോൾ ചെറിയ വിഷയത്തിൻ്റെ മേൽ നമ്മൾ യുദ്ധം ചെയ്യുന്നവരല്ല, നമ്മൾ ജയാളികളാണ്.
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, അതുകൊണ്ടാണ് പലപ്പോഴും എതിർപ്പുകൾ നമുക്കെതിരെ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഈ എതിർക്കുന്ന ആളുകളുടെ നടുവിൽ യേശു എന്നെ സാക്ഷിയാക്കുവാൻ പദ്ധതിയുണ്ട്. അവന്റെ മേലുള്ള ദുരാത്മാവിന് ഇരിക്കാൻ പറ്റുന്നില്ല, അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഉടനെ ആ ദുരാത്മാവിനെ നോക്കിയിട്ട് വേണം ഈ വചനം പറയാൻ, ആ വ്യക്തിയെ നോക്കിയിട്ടല്ല, ആ ദുരാത്മാ നോക്കിയിട്ട് നീ എന്നെ എതിർക്കുന്ന ശത്രുവിനെ യഹോവ എൻ്റെ മുമ്പിൽ തോൽപ്പിക്കും. ഈ വചനം പറഞ്ഞു 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 പറഞ്ഞ് എന്ത് ചെയ്യണം? ബലപ്പെടണം. ഇപ്പൊ മനസ്സിലായോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, രോഗികളായി ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ കൈവെച്ച് എന്നിട്ട് പറയണം, എന്നോട് എതിർക്കുന്ന രോഗമേ, നിന്നെ യഹോവ തോൽപ്പിക്കും. ക്രൂശിൽ തകർത്തതാ നിന്നെ. ഒരു രോഗത്തിനും എന്നെ ജയിക്കാം. അങ്ങനെ തന്നെ പറ, ഒരു രോഗത്തിനും എന്നെ ജയിക്കാൻ കഴിയത്തില്ല. 10 പൈസ ഞാൻ കൊണ്ടുവന്ന ആശുപത്രിയിൽ ഈ രോഗത്തിന് വേണ്ടി ഇനി ചെലവാക്കത്തില്ല. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വന്നിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, ദീർഘായുസ്സുണ്ട്. ഞാൻ രോഗിയായി കിടക്കത്തില്ല, കിടക്ക എടുത്ത് ഞാൻ നടക്കുന്ന കർത്താവിൻ്റെ സാക്ഷിയാണ്. യേശുവിൻ്റെ നാമത്തിൽ പറയണം, എനിക്ക് നന്മ വരുമെന്ന് പറ. സമ്പത്ത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടും. കടഭാരത്തിൽ ഞാൻ മുങ്ങിപ്പോകത്തില്ല. തകർച്ചയിൽ ഞാൻ തകർന്നു പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം. നമ്മൾ ലോകത്തെ ബലപ്പെടുത്തണം വചനത്താൽ. ഈ പ്രതിസന്ധി നിങ്ങളെ ജയിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ യെരൂശലേമിൽ എന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, മീൻപിടുത്തക്കാരെ കൊണ്ട് ലോകം പിടിക്കാൻ പറ്റുമോ? ബുദ്ധി ചിന്തിക്കും നിങ്ങൾ. നല്ല ബുദ്ധി ഉണ്ടല്ലോ നിങ്ങൾക്ക്, നല്ല അറിവുണ്ടല്ലോ നിങ്ങൾക്ക്. മീൻ പിടിച്ചു നടന്ന ആൾക്കാരെ കൊണ്ട് ലോകത്തെ ഇളക്കാൻ പറ്റൂ? ഇല്ല. പക്ഷെ ലോകത്തെ ഇളക്കിയവര്, ലോകത്തെ പിടിച്ചടക്കി, യെരൂശലേമിനെ പിടിച്ചടക്കി, ശാമരിയെ പിടിച്ചടക്കി, അവർ സുവിശേഷവുമായിട്ട് മുന്നോട്ട് പോയതിന്റെ കാരണം എന്നറിയാവോ? അവരെ എതിർക്കുന്ന ശത്രുക്കളെ യഹോവ അവർ മുമ്പിൽ പരാജയപ്പെടുത്തി കൊടുത്തു. അങ്ങനെയെങ്കിൽ സുവിശേഷത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ഒരു പിശാചിനും കഴിയാതെ, വചനം ഉയർത്തിപ്പിടിക്കുക, വചനത്തിന്റെ മുമ്പിൽ പിടിച്ചു നിർത്തുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. പിശാചിന് ഏറ്റവും ഭയമുള്ള ആയുധം, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനമാണ്. അത് മുറുക്കെ പിടിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വിശ്വാസിയുടെ ആയുധം വചനമാന്നേ. ഒരു വിശ്വാസിയുടെ ഉള്ളം കയ്യിൽ മുറുക്കെ പിടിച്ചോണം വചനം. അതുകൊണ്ട് ശക്തിയേറിയ ആയുധം വെച്ച് വെട്ടി കയറിവാ. യേശുവിന്റെ നാമത്തിൽ മുന്നോട്ട് നിങ്ങൾ പോവും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമം ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങളാണ് ഈ ദൈവം കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും പവർഫുൾ വെപ്പൺ. ലോകത്തിൽ എവിടെ കൊണ്ടിട്ടാലും നിങ്ങൾ രക്ഷപ്പെടും. എത്ര മരുഭൂമിയിലാണെങ്കിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ യേശുവിന്റെ ആത്മാവുള്ള വ്യക്തികളാണ്, കർത്താവിൻ്റെ സാക്ഷികളാണ്. നിങ്ങൾ അനുഗ്രഹമാണ്. നിങ്ങളെ എതിർക്കുന്ന ശത്രു ജയിക്കത്തില്ല, അവൻ പരാജയപ്പെട്ടിരിക്കും. എത്ര ഗൂഢാലോചന ആയിക്കോട്ടെ ചേതറിപ്പോകും. അവൻ ഒരു വഴിയായി വരും, അവൻ 7 വഴിയായിട്ട് ഓടിപ്പോകും. മനസ്സിലായോ? ചേതറിപ്പിക്കും ദൈവം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഇത് മനുഷ്യനെ പറ്റിയല്ല ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ചിന്തിക്കരുത്, നാളെ മുതൽ ബ്രദർ ഇരുന്ന് പ്രാകുവാന്ന് പറയരുത്. മനുഷ്യനെ പറ്റിയല്ല ഞാനീ പറയുന്നത്. മനുഷ്യന്റെ അകത്ത് നിങ്ങൾക്കെതിരെ ഗൂഢാലോചന എന്ന ദുരാത്മാക്കളുടെ കാര്യം ഞാനീ പറയുന്നത്. എതിർക്കുന്ന സകലതും ഒരുമിച്ച് അങ്ങനെ അവകാശം പറഞ്ഞു, എന്നോട് എതിർക്കുന്ന സകലത്തെ ഞാനിന്ന് ഒരുമിച്ച് ആരാധിക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, ഈ പ്രിയമക്കൾക്ക് വിരോധമായി പൊങ്ങുന്ന സകലത്തെ ഇടിച്ചു കളയുന്നപ്പ. ഈ ദിവസങ്ങളിൽ ശക്തിപ്പെട്ടോണം. ഏത് വ്യക്തിയാണോ ഗൂഢാലോചന നടത്തുന്നത്, അവനെ തന്നെ, ആ വ്യക്തിയെ തന്നെ കർത്താവ് പിടിക്കാൻ വേണ്ടി പോവുക. അവൻ്റെ മേലുള്ള ദുരാത്മാവിനെ കൽപ്പിച്ച് പുറത്താക്കുന്നപ്പ യേശുവിൻ്റെ നാമം. പൗലോസ്ലീഹ പറഞ്ഞ വാക്കുണ്ട്, ഏത് വിചാരത്തെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി ഞങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു വ്യക്തിയെ പരിശുദ്ധാത്മാവിനെ കാണിക്കുക. രാഹുൽ എന്ന് പറയുന്ന ഒരു മകനെ കാണുന്നൊരു കാഴ്ച. അതോടൊപ്പം തന്നെ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണി എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേര് ഞാൻ കേൾക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. രാഹുലിൻ്റെ ഭാവിക്ക് മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വഴി തുറക്കുന്ന ഒരു വാക്കിനോട് കർത്താവ് പറയുക, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ, ആ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ നിരാശകൾ മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് കർത്താവിന് നിങ്ങളെ സ്പർശിക്കാൻ വേണ്ടി പോകും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുക. ഇന്ന് ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ പറ, എനിക്ക് സൗഖ്യം നടക്കും, എൻ്റെ യേശു അത്ഭുതം ചെയ്യും. കാര്യം ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, നമുക്കെതിരെ വരുന്ന നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തളർത്തുന്ന ഏത് വിഷയം, അത് രോഗമോ കടഭാരമോ പ്രശ്നമായിക്കോട്ടെ, അതെല്ലാം ശത്രുവാ. ഇപ്പം മനസ്സിലായി ആരാ ശത്രു?
നമ്മൾ വിചാരിക്കുന്ന ശത്രു എന്ന് പറഞ്ഞ മനുഷ്യനാണെന്നല്ല, മനുഷ്യനല്ല നമ്മുടെ ശത്രു. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വിരോധമായിട്ട് വരുന്ന ഏത് ആയുധവും തകർക്കുവാനുള്ള ഒരു അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് കുടുംബത്തിൻ്റെ മേലേക്ക് നയിക്കുന്നല്ലപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവെ ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഈ നിമിഷം ഞങ്ങൾ കൽപ്പിക്കുന്നപ്പ, പ്രതിസന്ധികളിൽ തകർന്നു പോകാനല്ല യേശു വിളിച്ചിരിക്കുന്നത്, പ്രതികൂലങ്ങളെ ചവിട്ടി മെതിച്ചു മുന്നോട്ട് പോകാനാണ്. ആമേൻ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു വീട് കർത്താവ് എന്നെ കാണിക്കും. ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ, കയറി വരുന്നതിൻ്റെ ഡോറ് തുറന്ന് കാണുന്ന ആ ഒരു ഡോറ് തുറക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു തട്ടയിൽ ഒരു ചെറിയ കുഞ്ഞ് ഷെൽഫല്ല, ചെറിയൊരു പാത്ത് പോലെ വെച്ചേക്കുന്നതിൻ്റെ അകത്ത് ഈ POC ബൈബിൾ, അതായത് കാത്തലിക് ബൈബിൾ, റെഡ് കളറിലെ കാത്തലിക് ബൈബിള് വെച്ചിട്ടുള്ള ഒരു വീടാണ് ഞാൻ കാണുന്നത്. ഒരു തട്ടയിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ ഒരു നിരയിൽ തന്നെ ഇരിക്കുന്ന ഒരു റൂം. ആ റൂമിൻ്റെ അകത്തിരിക്കുന്ന, അതായത് ആ ബൈബിൾ ഇരിക്കുന്ന ഭിത്തിയോട് ചേർന്ന് ആ നിരയിൽ തന്നെ വരുമ്പോൾ തന്നെ പിന്നെ കാണുന്ന ഒരു റൂമാണ്. ആ റൂമിലേക്ക് ഞാൻ കാണുന്നൊരു കാഴ്ച, ആ റൂമിൻ്റെ അകത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ടുണ്ട് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ, കർത്താവ് ഇന്ന് ആ വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്ലാനുകൾ റിവീലാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ആ കാണുന്നത് ആ കുടുംബത്തിലായിരിക്കുന്ന സഹോദരിയുടെ പേര് S എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവിടെ റിവീലാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബ്രദറെ, അത് എന്റെ ഭവനമാണ്. സിസ്റ്ററെ ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ആ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനെ വീട്ടോട് കർത്താവ് പെട്ടെന്ന് കൊണ്ടായതാ. ഏറ്റെടുത്തു. കർത്താവ് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ വലിയ പ്രവൃത്തി എന്ന് അവിടെ തുറക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ അടയാളം നിങ്ങളിൽ എല്ലാവർക്കും ശ്രദ്ധിച്ചോണം. ഓരോ ഇത് കേൾക്കുമ്പോഴും ആലോചന അടയാളം ശ്രദ്ധിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മറ്റൊരു വീട് കാണുവാണ്. ആ വീടിൻ്റെ പുറകിലായിട്ട് നീണ്ടിരിക്കുന്ന ഒരു പറമ്പുണ്ട്. ആ പറമ്പിൽ മൊത്തവും ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ റബ്ബറിൻ്റെ ഇലകൾ ഇങ്ങനെ വീടടക്കുന്ന ഒരു പുറകുവശമാണ് ഞാൻ കാണുന്നത്. ആ പുറകുവശത്ത് തന്നെ ചെറിയ രീതിയിൽ ഒരു കുഞ്ഞ് ഔട്ട് ഹൗസ് പോലത്തെ ഒരു ചെറുതായിട്ടൊന്നും, പക്ഷേ എൻ്റെ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നൊന്നുമില്ല, അങ്ങനെ കിടക്കുന്ന ഒരു വീടിൻ്റെ പുറകുവശം ഞാൻ കാണുന്നു. ആ വീടിൻ്റെ അകത്ത് ജീസസ് ക്രൈസ്റ്റ്, ആ വീട് പക്ഷേ ഒരു പഴയ പോലൊരു വീടാണ് ഞാൻ കാണുന്നത്. ആ വീടിൻ്റെ അകത്ത് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വ്യക്തിയെ കാണുന്നു. പക്ഷേ ആ വ്യക്തിയുടെ വർഷങ്ങളായിട്ട് അവകാശം പറഞ്ഞ് നിൽക്കുന്ന ഒരു തടസ്സത്തെ കർത്താവ് ഇന്ന് എടുത്തു മാറ്റുകയാണ്. ഞാൻ 2 വ്യക്തികളെയാണ് അതിൻ്റെ അത് കാണുന്നത്. ഒന്ന് വർഗീസ് എന്ന് പറയുന്ന ഒരു പേര് ആ വീടിൻ്റെ പുറകിലായിട്ട് ഞാൻ കാണുവാണ്. പക്ഷെ ഒത്തിരി പഴക്കം ചെന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇന്ന് ഞാൻ ആ വ്യക്തിയെ പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല, അത് ജീവനോടുണ്ടോ എനിക്കറിയത്തില്ല, പക്ഷെ ആ വ്യക്തിയെ കാണാൻ പറ്റുന്നില്ല, പേര് മാത്രമേ കാണുന്നു. എൻ്റെ പേരിൽ അവകാശം പറഞ്ഞു നിൽക്കുന്ന സകലതും യേശുവിൻ്റെ നാമത്തിൽ ഉടച്ചുവിടുന്ന കർത്താവെ അങ്ങയുടെ വലിയ പ്രവൃത്തി എന്ന കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ആ കുടുംബത്തിൻ്റെ തലമുറകൾക്ക് കർത്താവെ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം തടസ്സമായി നിൽക്കുന്നതിനെ ഇപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ അങ്ങയുടെ കൃപ അവിടെ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. എല്ലാ പ്രതിസന്ധികളെയും ഇന്ന് ഉടച്ചു കളയുന്ന ദൈവശക്തിയുടെ വ്യാപാരം. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഇന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് ഉണ്ടാകും. ഞാനൊരു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മുറിക്കകത്ത് ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് എന്നെ കാണിക്കുകയാണ്. എന്നോട് ദൈവാത്മാ കാണിക്കുന്ന ആ ഒരു മുറിക്കകത്ത് ഇരിക്കുന്ന ഒരു പെൺ പൈതലിനെ ഞാൻ കാണുന്നത്. ആ ഒരു പൈതൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഒരു മുറിക്കകത്ത് ഒരു ലൈറ്റ് ഇങ്ങനെ, അതായത് നമ്മൾ സാധാരണ ബൾബ് ഹോൾഡറിൽ ഇങ്ങനെ ഭിത്തിയോട് ചേർന്ന്, പക്ഷേ ഇത് ഒരു വയർ ഇങ്ങനെ താഴേക്ക് വെച്ചിട്ട്, നമ്മൾ ചില വീടുകളിൽ അങ്ങനെ ഉണ്ടല്ലോ, വയർ ഇങ്ങനെ നീട്ടി താഴേക്ക് ഇട്ട് ഒരു ലൈറ്റ് ഇട്ടേക്കുന്ന ഹോൾഡറിൽ ഇട്ടേക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്.
ആ ഒരു വീട്ടിൻ്റെ അകത്ത് ഈ പെൺകുട്ടി ആ മുറിക്കകത്ത് ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു നിമിഷവും ആ മുറിക്കകത്താണ് ആ പെൺകുട്ടി ഉള്ളത്. അതിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് ഒത്തിരി ബുക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കട്ടിലിനോട് അടുത്ത് തന്നെ ചെറിയൊരു ടേബിളിൽ തന്നെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. ആ ടേബിളിൽ ഒരു വാച്ചും ഈ വെച്ചേക്കുന്ന ഒരു കാഴ്ച തന്നെ കർത്താവ് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ വലിയൊരു ആ മകളുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഞാൻ അതിൻ്റെ അകത്ത് മറ്റൊരു കാഴ്ചയും കൂടെ കർത്താവിൻ്റെ അടുത്ത് കാണിക്കുകയാണ്. ഈ നമ്മൾ പറയുന്ന ആ മുറി കാണുന്നതൊക്കെ ഞാൻ പറയുവാണ്. ആ മുറിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അത് ഏറ്റെടുത്തോണം കർത്താവ്. ഞാൻ എന്തുകൊണ്ടാണ് ദൈവാത്മാവിനെ ഞാൻ കാണുന്നതെല്ലാം ആ മുറിയിൽ എന്തെല്ലാം കാണുന്നോ അത് ഞാൻ അതിൻ്റെ അകത്ത് തന്നെ. സാധാരണ നമ്മൾ വീടിൻ്റെ പുറത്താണ് ചെരുപ്പുകൾ ഇടുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ കവറിങ് ഉള്ള ഒരു ചെരുപ്പ് അതെല്ലാം ആ മുറിക്കകത്ത് കൊണ്ടിട്ടേക്കുന്ന ആണ് ഞാൻ കാണുന്നത്. ആ പെൺകുട്ടി ഇന്ന് ആ മുറിക്കകത്ത് ഇരിപ്പുണ്ട്. ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവളുടെ ഭാവിയെ വിരോധമായി പൊങ്ങുവാൻ നോക്കുന്ന എല്ലാ തന്ത്രങ്ങളെയും കർത്താവ് ഇന്ന് ഉടച്ചു വിടുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ ഒരു മുറിക്കകത്ത് കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം ഇറങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ അത് ആരുടെ ഭവനമാണെന്ന് എനിക്കറിയത്തില്ല. ആ ഭവനം ആരുടെ ഭവനമാണ് ഈ അടയാളം നിങ്ങൾ കണ്ടത്, അതിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഞാനത് വീണ്ടും എന്നെ കർത്താവ് ആ മുറിക്കകത്ത് ഒരു ചിത്രവും കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു മുറിയിൽ ഒരു ചിത്രവും കൂടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പലപ്പോഴും ആ മുറിക്കകത്ത് കയറുമ്പോൾ ചില സമയത്ത് തലവേദന പോലെ ചില അനുഭവങ്ങൾ, അത് ചില സമയത്ത് അത് വരും, പക്ഷെ കാര്യമാക്കാറില്ല. ആ ഒരു തലവേദന പോലെ ചില സമയത്ത് ഇങ്ങനെ വരും. അതാ യേശുവിൻ്റെ നാമത്തിൽ ആ മുറിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് സകല അവകാശവാദങ്ങളെ ഞങ്ങൾ ഇന്ന് ബ്രേക്ക് ചെയ്തു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതാരാണോ ഈ പറഞ്ഞ അടയാളമാക്കി ആ കുടുംബം. ബ്രദറെ, അത് എന്റെ ഭവനമാണ്. എന്റെ മകൾ അങ്ങനെ എന്റെ പൈശാചിക ബന്ധനത്തിലാണ്. അവള് ഒരു ലവ് അഫയറിൽ പെട്ടിരിക്കുകയാണ്. അവള് സിസ്റ്ററെ പ്രാർത്ഥിച്ചു ഏറ്റെടുത്തോ. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, അത് ഏറ്റെടുത്തോണം. ഞാൻ ഇപ്പം നിങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥന വിഷയമായിട്ട് ഇങ്ങോട്ട് പറയേണ്ടത് യേശുവിനത് ഏറ്റെടുത്താൽ മതി. അതിൻ്റെ പിന്നിൽ ചില കാരണമുണ്ട്. ഇപ്പം നമുക്കൊരു വിഷയമാണ് നിൽക്കുന്നത്. ദൈവാത്മാവ് ആ മുറിയിൽ എന്നെ കൊണ്ടുപോയിട്ട് പറയുകയാണ്, ആ മകളുമായിട്ട് ബന്ധപ്പെട്ട് ആ ബന്ധനത്തെ ദൈവം അഴിക്കുക യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നു. ആ അഫെയറുകൾ പൊട്ടട്ടെ. എല്ലാ കർത്താവെ ദൈവഹിതമല്ലാതെ കയറിക്കൂടിയതിനെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വെട്ടി നീക്കിക്കളയുന്നു, വെട്ടിമാറ്റുന്നു, യേശുവിൻ്റെ നാമത്തിൽ വെട്ടിമാറ്റുന്നു. അപ്പം എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ അങ്ങയുടെ ശക്തിയുടെ വ്യാപാരം എന്നുണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ, ദൂതന്മാരിന്ന് അതിരുകളിൽ മേൽ നിൽക്കുന്ന കാഴ്ചകളെ ഞാൻ കാണുക. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു കാഴ്ച, എന്നെ കർത്താവ് ഒരു ദൈവികമായൊരു ദൂതൻ എൻ്റെ ഒരു കാഴ്ച കാണിക്കുകയാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, വീടിൻ്റെ ഒരു എൻട്രൻസ് ഞാൻ കാണുവാണ്. വീടിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ടെലിഫോണിൻ്റെ പോസ്റ്റ്, നമുക്കറിയാം, ഉരുണ്ടിരിക്കുന്ന ടെലിഫോണിൻ്റെ ആ ഒരു പോസ്റ്റും മതിലുമായി ചേർന്നിട്ട് വളഞ്ഞിരിക്കുന്ന ഒരു ഭിത്തിയുള്ളൊരു വീട്. വളഞ്ഞാണ് അതിൻ്റെ അതിൽ കയറുന്നത് എൻട്രൻസ്. അതിൽ എൻട്രൻസിൽ തന്നെ ഒരു പോസ്റ്റ് ഇരിപ്പുണ്ട്. ആ വീട് കയറിയിട്ട് ആ ഗേറ്റ് തുറന്ന് കുറച്ച് നടന്ന് കയറി ചെന്ന് ഞാൻ കാണുന്ന ഒരു വീടാണ്. ആ വീടിൻ്റെ അകത്തോട്ട് കർത്താവിൻ്റെ ദൂതന്മാരിങ്ങനെ എന്നെ ഫോക്കസ് ചെയ്ത പോലെ കാണിക്കുകയാണ്, ഒരു ഗൈഡൻസ് പോലെ. ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, കയറി ചെല്ലുന്നോട് തന്നെ ഡൈനിങ് ടേബിൾ കിടക്കുന്ന, വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു ഡൈനിങ് ടേബിൾ കാണാൻ പറ്റുന്നുണ്ട്. ആ ഡൈനിങ് ടേബിളിൻ്റെ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെ, അതിനോടൊപ്പം തന്നെ ഡൈനിങ് ടേബിൾ കഴിഞ്ഞിട്ട് തന്നെ അതിനോട് ചേർന്നൊരു ഫ്രിഡ്ജും കൂടെ ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. ആ ഒരു ഭവനത്തിൽ ഒരു മാതാവുമായിട്ട് ബന്ധപ്പെട്ട് ആ മാതാവിൻ്റെ ഭാരമായിരിക്കുന്ന തലമുറയുടെ വിഷയത്തെ കർത്താവ് ഇന്ന് തൊടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അതാരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നത് ഭാവി അടഞ്ഞതിനെ യേശു തൊടുകയാണ്. ഞാൻ എപ്പോഴും പറയണം, ഞാൻ നിങ്ങളുടെ വീട്ടിലോ വന്നിട്ടില്ല, വീടുമായിട്ടൊരു ബന്ധവുമില്ല, പക്ഷേ ഇത് കേൾക്കുമ്പോൾ ആലോചന ഏറ്റെടുത്തോണം. കർത്താവ് നിങ്ങളുടെ ഭവനത്തെ സ്പർശിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്തു. ബ്രദറെ, അതെന്റെ ഭവനാ. ബ്രദറെ, എന്റെ ഭവനാണ്. ഏറ്റെടുത്തു. കർത്താവിൻ്റെ തൊടുകയാണ് യേശുവിൻ്റെ നാമം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ തൊടുകയാട്ടോ. നിങ്ങളുടെ ഭവനത്തെ സ്വർഗം അറിയുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് നമുക്കറിയാം, ഞാൻ ലോകത്തിൻ്റെ പല കോണിൻ്റെ അകത്തിലാണ് നമ്മൾ ഈ പ്രാർത്ഥന കേൾക്കുന്നത്, പക്ഷേ നിങ്ങളുടെ ഭവനത്തെ യേശു കാണുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സ്പർശനത്തെ ദൈവം തൊടുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ വലിയ സ്പർശനങ്ങളെ ദൈവം തൊടുന്നല്ലോ അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ. ഞാനൊരു മറ്റൊരു കാഴ്ച കാണുന്ന ഈ കുഞ്ഞ് ഡയറി, റെഡ്
റെഡ് കളറിലെ കുഞ്ഞ് ഡയറി, കുഞ്ഞ് ഡയറി, അതിൻ്റെ അകത്ത് റെഡ് കളറുണ്ട്. അതേ കളറിൽ തന്നെ ഒരു ബ്ലൂ കളറിലെ ഡയറി എഴുതി തീർന്നത് വേറൊരെണ്ണം കിടപ്പുണ്ട്. ഇപ്പോൾ ഒരു റെഡ് കളറിലെ ഒരു കുഞ്ഞ് ഡയറിയിലാണ് എഴുതുന്നത്. പോക്കറ്റ് ഡയറി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വീടിൻ്റെ അകത്ത് ഒരു വ്യക്തി അത് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ കണക്കുകളും മറ്റും കുറിച്ച് വെച്ചേക്കുന്ന ഒരു ഭവനം. ഞാനത് ആ ഒരു ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നത്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെയാണ് കർത്താവ് ഫോക്കസ് ചെയ്യുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു ഭവനത്തിൻ്റെ അകത്ത്, അതായത് ഇപ്പം നിൽക്കുന്ന അവർ കാണിക്കുന്ന ഒരു ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഈ ഒരു ഡയറി പോക്കറ്റിനകത്ത് ഇട്ടുകൊണ്ട് നടക്കുന്ന കുഞ്ഞ് ഡയറിയാണ്. നിങ്ങൾക്കത് മനസ്സിലായല്ലോ, വലുതല്ല, കുഞ്ഞ് പോക്കറ്റ് ഡയറിയാണ്. അത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി. ഇന്ന് ഞാൻ ആ കളർ ഞാൻ എടുത്തു പറഞ്ഞല്ലോ, ഒരു അടയാളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു കുടുംബത്തിൻ്റെ അകത്ത് പലതും കുറിച്ച് വെച്ചേക്കുന്നതാണ്. എന്നാൽ ആ ഒരു വ്യക്തിയെ കർത്താവ് ഇങ്ങനെ ഫോക്കസ് ചെയ്തോട്ട് എന്നോട് പറയുകയാണ്, ഭാരപ്പെടേണ്ട, ദൈവം ഈ ഭവനത്തെ പണിതെടുക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ അടയാളവുമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവ് ഞാൻ കാണുന്നത് കരത്തിലേക്ക് മോതിരം സ്വർണ്ണം. പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ, അത് എന്റെ ഡയറിയാ, പോക്കറ്റ് ഡയറി. അതെ, കളറൊക്കെ ഗസ്റ്റൊക്കെ ആയിട്ടല്ലേ സിസ്റ്റർ കളറ്? അതിൽ ഞാൻ ഈശോയുടെ വചനം എഴുതി വെക്കാറുണ്ട്. കുറെ കണക്ക് പോലെ ഞാൻ കാണുന്നുണ്ട് സിസ്റ്റർ, ഇങ്ങനെ എഴുതിക്കൊണ്ട് എഴുതിക്കൊണ്ട് ഞാൻ കുറെ കണക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈശോയുടെ വചനം അതിൽ കംപ്ലീറ്റ് എഴുതിയത്. ഓ സിസ്റ്ററെ, പ്രാർത്ഥിച്ചോ, കർത്താവ് ഇന്ന് അത് തൊടുക കേട്ടോ. ഏറ്റെടുത്തു യേശുവിൻ്റെ നാമത്തിൽ. ഭാരം, ഞാനൊരു മോതിരം കൂടെ കാണുന്നുണ്ട് സിസ്റ്ററെ. പക്ഷേ ഈ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഭാരവും കൂടെ ഞാൻ കാണും. ഒരു മോതിരം എന്നെ കർത്താവ് എടുത്ത് കാണിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഒരു ഭാരം, കുറേ ഒരു ഭാരം അതിൻ്റെ അകത്ത് കിടക്കുന്നു. അതൊക്കെയും ആ ഭാരങ്ങളെ വിട്ടൊഴിഞ്ഞ് കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ വലിയൊരു ദിവ്യ സമാധാനത്തെ കർത്താവ് അയക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അതിരുകൾ വിസ്താരമാകട്ടെ, അതിരുകൾ വിസ്താരമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവ് ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം, ഞാനൊരു ഒരു ഒരു വ്യക്തിയെ കർത്താവ് എനിക്ക് ദൈവാത്മ പറയുന്ന സോന എന്ന് പറയുന്ന ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയാം. സോന എന്ന് പേരുള്ള ഒഫീഷ്യൽ നെയിമാണ്, എനിക്കറിയത്തില്ല. സോന എന്ന സോന എന്നൊരു പേരാണ് ദൈവാത്മാവിനെ കാണിക്കുന്നത്. ആ ഒരു മകളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് ആ കുടുംബത്തെ ദൈവം സ്പർശിക്കുന്നു. ആ മകളെ കർത്താവ് തൊടുന്നത് മാത്രമല്ല, കുടുംബത്തുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഒരു പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകണം. സോനയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് സോന എന്റെ ഒരു നാത്തൂന്റെ മോടെ പേരാ. ഈ സോന എന്ന് പറയുന്ന മോളുള്ള ഭവനത്തിൽ ഒരു ആൺകുഞ്ഞുണ്ടോ? അതോ ഒരു അടയാളം കണ്ടാ കാണിച്ചത്? അങ്ങനെ ആൺകുഞ്ഞുള്ള സോനയുടെ ഭവനമാണ്. ഈ സോനയുള്ള ഭവനത്തിൽ തന്നെ ഒരു ആൺ പൈതലും കൂടെയുണ്ട്, ഒരു സഹോദരനും കൂടെയുണ്ട്. സഹോദരൻ ആ ഒരു കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുന്നല്ലോ. വലിയ ഡെലിവറൻസ് അവിടെ ഉണ്ടാകട്ടെ, വലിയ ഡെലിവറൻസ് അവിടെ ഉണ്ടാകട്ടെ. അതിരുകൾ വിസ്താരമാക്കുന്നല്ലോ കർത്താവ്. ഇന്ന് ഈ സമയത്ത് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശരീരത്തോ നിങ്ങളുടെ ജീവിതത്തോ ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടായി. ഞാൻ ഇന്ന് കേട്ട വചനം ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ഇന്ന് ഈ കേട്ട വചനങ്ങൾ മൊത്തവും ഒരു കാര്യം ഉറപ്പിച്ചോണം. ഈ ഒരു കർത്താവ് ആലോചനയിലൂടെയും അത്ഭുതങ്ങളിലൂടെയും നമ്മളെ ഉറപ്പിച്ചു തരികയാണ്. ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ആമേൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ഇന്ന് ബ്ലസ്. എനിക്കറിയാം സമയം മുന്നോട്ട് പോയെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു കൈ അവിടെ വെച്ചിരുന്നല്ലോ. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു. ലൈവിൽ കാണുന്നതിന് ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു സൂം മീറ്റിംഗിൽ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കൊണ്ട് അതിൽ പ്രവേശിക്കാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ഇന്ന് ബ്ലസ് ചെയ്യാം. കർത്താവ് നിങ്ങളെ വലിയ പ്രവൃത്തികളാൽ നിറയ്ക്കും. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യമോ ദൈവിക ആലോചന ഒരേ ആലോചന ഒരേ സമയം ഒരേ ആലോചന ഒരേപോലെ ഇടപെട്ടെങ്കിൽ ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ ഏറ്റെടുത്താൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യമോ നിങ്ങൾക്ക് ഒരു ആലോചന പറയണമെങ്കിൽ ഒരാളെ നമ്മളെപ്പോഴും പറഞ്ഞല്ലേ, ഒരാൾ മ്യൂട്ട് മാറ്റുമ്പോൾ സംസാരിക്കുമ്പോൾ മറ്റു ആൾക്കാർ മ്യൂട്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. തോമസ് പറയുന്ന ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, പറഞ്ഞാട്ടെ. അത് ഏറ്റെടുക്കുന്നു ബ്രദറെ. കേട്ടില്ല സിസ്റ്റർ, ക്ലിയർ ആയില്ല. നമുക്ക് എടുത്ത്
സ്റ്റാൻഡിൽ ബൈബിള് വെച്ചിരിക്കണം, ബൈബിള് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കയറി വരുന്നിടത്താണ് എൻ്റെ പേര് നിസ്സെന്നാണ് തുടങ്ങുന്നത്. ആ ആലോചന ഞാൻ ഏറ്റെടുക്കുന്ന തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞ ആലോചന. തീർച്ചയായിട്ടും ഏറ്റെടുത്തോണം. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റാനിടയായിത്തീരും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 രാഹുൽ എന്ന് പറഞ്ഞത് ബ്രദറെ രാഹുൽ ഒരു ആരാ? കാര്യം പറഞ്ഞു. ആ ഒരു സെക്കൻഡ് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് മ്യൂട്ട് ചെയ്യണം. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്തോട്ടെ. ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്. നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റില്ല. നിങ്ങളെ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്ന സഹോദരങ്ങൾക്ക് അത് മ്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഓരോരുത്തരെയാണ് അവർ മ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഒരുമിച്ചല്ല, ഇത്ര ആൾക്കാർ ഒരുമിച്ച് മ്യൂട്ട് മാറ്റുമ്പോൾ അവർക്ക് ഭയങ്കര, ഒരാൾ പറയും മറ്റാൾക്കാർ പറയുമ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യും, സൗണ്ട് ക്ലിയർ അല്ലാതെ വരും. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ അവർ നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, മ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെയും മ്യൂട്ട് മാറ്റരുത്. അത് ആൾക്കാർ പറയാൻ തുടങ്ങിയതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞാട്ടെ. പറഞ്ഞു. എന്റെ മകൻ രാഹുൽ എന്ന് സാക്ഷ്യം പറയുന്നത് പറയാനുണ്ട്. രാഹുൽ സിസ്റ്ററുടെ മോന ഏറ്റെടുത്തു. അവൻ കർത്താവിന്ന് അവനെ പറഞ്ഞു. ഒരു UK കൊണ്ടുപോവാന്ന് പറഞ്ഞു. ഡൽഹിയിൽ ജോലി കാരണം UK കൊണ്ടുപോവാന്ന് പറഞ്ഞ ഒരാൾക്ക് 4 ലക്ഷം രൂപയും കൊടുത്ത് അയാൾ മുങ്ങി, പൈസയും ഇല്ല. ഇപ്പൊ അവൻ എന്ത് ചെയ്യണ്ടെന്ന് ഒരു പിടിയില്ലാണ്ട് ഇരിക്ക ബ്രദറെ. ഇന്ന് വഴി തുറക്കുന്നു സിസ്റ്റർ. ഇന്ന് ആ ആലോചന ഏറ്റെടുത്തു. ഈശ്വര നമ്മുടെ നന്മ എപ്പോഴും പറയാം, എൻ്റെ അധ്വാനം നഷ്ടപ്പെടത്തില്ല, എൻ്റെ അധ്വാനം ഞങ്ങൾ തന്നെ ഭക്ഷിക്കും, ഞങ്ങളത് അനുഭവിക്കും തന്നെ പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ് സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സാക്ഷ്യം പറഞ്ഞു. എനിക്ക് ഇന്ന് 2 സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. കാരണം ഇന്ന് എൻ്റെ വീട്ടില് 2 മേസ്തിരിമാര് വന്ന്, മേസ്തിരിമാര് വന്നപ്പോൾ ഉച്ചയായപ്പം ഒരു മേസ്തിരി കൈ ഇരുന്ന് തടവുകയാണ്. അപ്പോഴും ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞു കയ്യിലൊരു ചരടൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോഴും ചേച്ചി ഭയങ്കര വേദന, കാരണം എനിക്ക് സഹിക്കാൻ വയ്യ, ഭയങ്കര കൈയങ്ങ് കഴയ്ക്കുവെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു മേസ്തിരി ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചേച്ചി പ്രാർത്ഥിക്കുമോ? ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കും. അപ്പോഴും ഞാൻ ചെന്ന് കയ്യിൽ തൊട്ട് പ്രാർത്ഥിച്ചു. ഞാൻ എന്തിനാ വെറുതെ ഈ ചരടൊക്കെ കെട്ടിയിട്ടേക്കുന്നത്? ഞാനും കുറെ നാൾ ഈ ചരടൊക്കെ കെട്ടി നടന്നത്, പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നില്ല. അപ്പോഴും ഈ ചരടൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പം അടുത്തിരുന്ന ആള് പറഞ്ഞ് എടുത്ത് അഴിച്ചു കളയടേ, ഒത്തിരി വർഷമായാലും ഇയാൾ ഇതിങ്ങോട്ടേക്ക് കിടക്കുന്ന പറഞ്ഞ് പുള്ളിക്കാരൻ അത് അഴിച്ചു കളഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഒരു ഗ്ലാസ് വെള്ളം വരുന്ന അത് തന്നെ പ്രാർത്ഥിച്ച് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇനി കയറി പോരുന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഞാൻ മുട്ടുകുത്തിയ എന്റെ യേശോപ്പായോട് പറഞ്ഞപ്പോ ഇതൊരു സാക്ഷിയായിരിക്കണേ കർത്താവേ, അവർക്ക് അവർ പൂർണ്ണ സൗഖ്യം അത് തരാനും അവർ ആ ജോലി ചെയ്യുന്നത് കാണാനും ഇടയാക്കണേന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ മേശിരി നന്നായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോഴും ഞാൻ ചോദിച്ചു മേശിരി ഇപ്പൊ എങ്ങനെയുണ്ട്? ചേച്ചി എനിക്ക് നല്ലതായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്നത്. എനിക്കിപ്പം 98% എന്റെ കൈ ഓക്കെ ആയി, എനിക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എല്ലാം മാത്രം ഇഷ്ടത്തിന്. പിന്നെ അത് കഴിഞ്ഞ് വേറെ സാക്ഷ്യം കൊണ്ട് ബ്രദറെ, എന്റെ മോൾക്ക് ഇന്ന് പരീക്ഷയുടെ എക്സാമിന്റെ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് ആയിരുന്നു. അപ്പോഴും ഞാനും അവളും കൂടെ പോയപ്പോൾ സൈറ്റ് കിട്ടുന്നില്ല. 390 രൂപക്ക് ഫീസ് അടയ്ക്കണം. ആദ്യം അടച്ചപ്പോൾ അത് അവിടെ ഇരുന്ന ഒരു സാർ പറഞ്ഞു ഇത് സൈറ്റ് കിട്ടുന്നില്ല, എന്ത് ചെയ്യും? അന്നേരം ഇവള് പറഞ്ഞു അമ്മ എനിക്ക് ഇന്ന് അടച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ ഒരു വട്ടവും കൂടെ. അന്നേരം അദ്ദേഹം പറഞ്ഞു ഒരു വട്ടം കൂടെ നമുക്ക് ശ്രമിക്കാൻ പറഞ്ഞു. വീണ്ടും 390 ഇവര് പേയ്മെന്റ് അടച്ചപ്പം അപ്പോഴേ പറഞ്ഞു കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്റെ യേശുപ്പ എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുന്നു? ഞാൻ പെട്ടെന്ന് അങ്ങനെ അങ്ങ് പറയുമോ, എന്തിനാ എന്നെ സങ്കടപ്പെടുത്തുന്നത്, എന്നെ എന്തിനാ വിഷമിപ്പിക്കുന്ന പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പറഞ്ഞില്ല, ഒരു പ്രശ്നം വന്നിട്ട് എന്റെ ഇന്നലെ ദേവദാസൻ പറഞ്ഞു തന്നതാ, ഒരു പ്രശ്നം കൊണ്ടിട്ടിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനല്ല എന്റെ ദൈവം. പ്രശ്നത്തിൽ അകപ്പെടാതെ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നവനാ എന്റെ രക്ഷകനാ എന്റെ ദൈവം. എന്റെ കർത്താവിന് എന്നെ രക്ഷിക്കാൻ കഴിയും, എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് പറഞ്ഞ് വചനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ എന്റെ മോളെടുത്ത് ഇങ്ങനെ വലത് കൈയുടെ തമ്പെടുത്ത് കാണിച്ചു. കാരണം അത് ശരിയാകാൻ പോകുന്ന ഒരു ബോധ്യം എന്റെ ഹൃദയത്തിലേക്ക് വന്നത്. ആ സാറ് പറഞ്ഞു ദാണ്ട കിട്ടി കേട്ടോ, സൈറ്റ് ഓപ്പൺ ആയി, ദാണ്ട പൈസ അടച്ചെന്ന് പറഞ്ഞു. എല്ലാ മഹത്വം യേശുവിന്. അതുപോലെ ബ്രദറിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വചനത്തിലൂടെ എത്രത്തോളം എല്ലാ കൃപകളും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തന്നതിന് ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന് ഞാൻ അവസാനം പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്ന് വരാം. ഇന്നലെ കേട്ട വചനമാണ് സിസ്റ്റർ പറഞ്ഞത്. രക്ഷകൻ യേശുവിനെ പറ്റി പറഞ്ഞപ്പം ഒരു വാക്ക് പറഞ്ഞു, നമുക്കൊരു പ്രശ്നം തന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ആളല്ല രക്ഷകൻ,
നമുക്കൊരു പ്രശ്നം വരുന്ന പ്രശ്നത്തെ അതിൽ നിന്ന് രക്ഷിക്കുന്ന ആളാണ്. ആ വാക്യം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം തന്നിട്ട് നമ്മളെ രക്ഷിക്കുന്ന ആളല്ല യേശു. നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം തരുന്ന ആൾ യേശു. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഉപയോഗിച്ചു. ആ കാര്യത്തിൻ്റെ അകത്തുനിന്നും ദൈവം ഒരു അത്ഭുതം ചെയ്ത് മാത്രമല്ല, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സഹോദരൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ പറഞ്ഞ പോലെ തന്നെ വേദനയായിട്ട് ജോലി ചെയ്യാൻ കഴിയാതെ മാറിയിരുന്ന മനുഷ്യനോട് അങ്ങോട്ട് ചെന്ന് യേശുവിൻ്റെ തിരുമുറിവിൽ സൗഖ്യമുണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ആ ജോലി ചെയ്യാൻ കഴിയാത്ത മകനെ കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം കേൾപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി. കർത്താവിൻ്റെ വചനത്തിലുള്ള ശക്തിയാണ് പ്രിയമുള്ളത്. ബലപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് വചനത്തിൻ്റെ ശക്തിയിൽ മുന്നോട്ട് പോകുക. ഇനിയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അഭിഷേകത്തെ ചൊരിഞ്ഞു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ ഒരു ആലോചന പറഞ്ഞിരുന്നു ബ്രദർ. ഒരു അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ണി എന്ന് വിളിക്കുന്ന ഒരു മകനെയും കർത്താവ് തൊടുന്നതായിട്ട് പറഞ്ഞിരുന്നു. രാഹുൽ എന്ന് പറയുന്നത് എൻ്റെ ആങ്ങളയുടെ മകനാണ്. ഉണ്ണി എന്ന് വിളിക്കുന്നത് എൻ്റെ മകനാണ്. അവനെ വൈഷ്ണവ് എന്നാണ് അവന്റെ ശരിക്കും പേര്. ഒരു വിളിപ്പേരുള്ളതെന്നാണ് പറഞ്ഞത്, ഉണ്ണിന്ന് ഒരു വിളിപ്പേരുള്ളതെന്ന്. അപ്പം എനിക്ക് രണ്ടുപേരെ ഓർത്തും ഭയങ്കര സങ്കടപ്പെട്ടാണ് ഞാൻ ഇരിക്കുന്നത്. രണ്ടുപേരും ഇപ്പൊ വീട്ടിലില്ല. രണ്ടുപേരും ഇപ്പം പുറത്താണ്. പുറത്തെന്ന് വെച്ചാൽ ഒരാള് വയനാട്, ഒരാള് കോയമ്പത്തൂർ. മോൻ കോയമ്പത്തൂരാണ്. മോനിപ്പോ വണ്ടി ഓടിക്കുക. അവൻ ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെയാണ് കഴിഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരു ടോറസ് ഒക്കെ ഓടിച്ചാണ് ആള് നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ആ വണ്ടി ഓടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാനൊന്നും പറ്റാത്ത എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷെ അവനത് ഞങ്ങളോട് പറയുന്നില്ല. മോൻ ഉണ്ണീന്ന് പേരായ മോൻ, അവനിപ്പോ കോയമ്പത്തൂരാണ്. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരാഴ്ചയായി പോയിട്ട് ഇവിടേക്ക് തിരിച്ചു വന്നിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും വെളുപ്പിന് എത്തും, ലോഡുമായിട്ട് നാട്ടിലെത്തും. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും ഞാൻ തന്നെയാ പറഞ്ഞത്. ഞങ്ങൾ ആകെ വിഷമിച്ച്. ഭാരപ്പെടേണ്ട, കർത്താവ് ഇടപെട്ടത് തന്നെ. ഭാരപ്പെടേണ്ട, അത് ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി. ഇന്ന് ഭാരപ്പെട്ടിരുന്ന വിഷയത്തെ കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥിച്ചു കേട്ടോ. യേശുനാഥനെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഇത് ഇന്നത്തെ ദൈവവചനം എനിക്ക് ഇന്ന് പകൽക്കാലം എനിക്ക് ഉണ്ടായ അനുഭവം തന്നെയായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് 2-3 പേരെ എനിക്കെതിരായിട്ട് ഇതേ അവസ്ഥ ഉണ്ടായി. മാനസികമായിട്ട് തന്നെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചു. പിന്നെ ഈ 26-ാം തീയതി പാസ്റ്റർ എന്നോട് സംസാരിച്ച വചനം, നട ഇറങ്ങി, ചെറിയ നട, സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇറങ്ങി വെള്ളം പോകുന്ന ചാലിൽ കടന്നു പോകുന്ന സഹോദരിയോട് സംസാരിച്ച ആ വചനം എന്നോട് സംസാരിച്ചതാണ്. ഞാനത് ഏറ്റെടുത്തു. എന്നെ ഭവനത്തിനകത്ത് മോളുടെ ഒരു വിഷയത്തിൽ ഒത്തിരി ഭാരപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ജോലി സ്ഥലത്ത് ഒരു ഭാരം എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വചനം എന്നെ ഒത്തിരി നിറച്ചു. വചനത്തിൽ ഞാൻ നിലനിൽക്കുന്നു. വചനം പറഞ്ഞു കേട്ടതിനും നന്ദി പറയുക. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബലപ്പെടുക, ശക്തിപ്പെടുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, എന്റെ മോളുടെ പേര് സോനയാണ്. അവളെ വീട്ടിൽ വിളിക്കുന്ന പേര് സോന. എനിക്കൊരു മകൻ കൂടെ ഉണ്ട്. ബ്രദർ എന്ന് പറഞ്ഞു. ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആലോചന എന്ന് പറഞ്ഞു. മോളെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് സോന. എനിക്കൊരു മോൻ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റർ അത് ഏറ്റെടുത്തോണം. കർത്താവ് ആ കുടുംബത്തെ കണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആലോചനയെ സ്വീകരിക്കുന്നു, അതിന്റെ അനുഗ്രഹത്തെ സ്വീകരിക്കുന്നു പറഞ്ഞോണം. അത് കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. ബ്രദറെ, എനിക്കൊരു പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. ഞായറാഴ്ച മുതൽ എന്റെ വയറിന്റെ ഒരു സൈഡില് നീറ്റലും പുകച്ചിലും പോലായിരുന്നു. അത് 3-4 ദിവസം ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ അത് മാറി. അപ്പൊ എനിക്ക് ശരീരത്തെല്ലാം വേദന, നട്ടലിനെല്ലാം വേദന, പിന്നെ എഴുന്നേക്കാനൊന്നും പറ്റില്ല. അത് മാറി കഴിഞ്ഞത് എനിക്ക് തുടങ്ങിയേക്കുന്നത്. ആ വയറിന്റെ ഒരു സൈഡ് മൊത്തം നീറ്റലും പുകച്ചിലുമായിരുന്നു. അത് മാറിയായിരുന്നു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച്. അത് സാക്ഷി പറയുക.
തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് പ്രിയമകളെ സൗഖ്യമാക്കിയതിന് നന്ദി. ഇപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണത്തോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, അതിപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ തിരുമുറിവിനാൽ ഞങ്ങൾക്ക് ആരോഗ്യം ഞങ്ങളുടെ അവകാശമാണ്, സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. കർത്താവ് ക്രൂശിൽ മരിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. പ്രിയമകൾ അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കുന്നു. ആ ശരീരത്തെ രോഗത്തെ പുറത്താക്കുന്നു, സൗഖ്യത്തെ ഉറപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അത് പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു കേട്ടോ. ബ്രദറെ, ഞാൻ ഒരു POC ബൈബിളിൽ ഇരിക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? ബ്രദറെ, POC ബൈബിളിൽ ഇരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, യേശു പേരിലാന്ന് പറഞ്ഞില്ല, അത് ഞാനായിട്ട് എടുത്തെടുക്കുന്നു. എന്റെ പേര് സുജന. കർത്താവ് അനുഗ്രഹമാക്കി വരും കേട്ടോ. ഇതുപോലെ ഇന്ന് ബ്രദർ പറഞ്ഞ ആ വചനം, ശത്രു ഒരു വഴിയായി വന്ന് 7 വഴിയായി എൻ്റെ മുമ്പിൽ നിന്ന് പോകുന്നു. ആ വചനം എനിക്ക് പിന്നെ ഞാൻ സാക്ഷ്യം പറയാണ്. എനിക്ക് ഇതുപോലെ വീടിന്റെ അടുത്തൊരു ശത്രു ഉണ്ടായിരുന്നു. അവരെന്നും ശല്യമായിരുന്നു. നേരത്തെ ഞാൻ ഇപ്പം വിശ്വാസത്തിൽ വന്ന പിന്നെ ഇപ്പം വിശ്വസിക്കുന്നില്ല. നേരത്തെ കൂടോത്രം മന്ത്രം അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളായിരുന്നു അവര് തൊട്ടടുത്ത്. ഞാൻ ഈ വചനം ഡെയിലി ചെല്ലുമായിരുന്നു ബ്രദറെ. ഒരു ശത്രു ഒരു വഴിയായി വന്ന് 7 വഴി. അവരാന്നേ അവിടുന്ന് വീട് വിറ്റുപോയി. നമ്മളെ അറിഞ്ഞില്ല. നമ്മൾ അവിടുന്ന് ഇനി വേറെ താമസത്തിന് ഇവിടെ റെന്റിന് വീട് പണി നടക്കുമായിരുന്നു. അന്നേരം റെന്റിന് വന്ന് താമസം. അന്നേരം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു താത്ത എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ്, ഞാൻ അറിഞ്ഞില്ലയോ ഇവരിങ്ങനെ വീട് വിറ്റ കാര്യം. ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് അവരുടെ അടുത്ത് അന്ന് ആ പോകുന്നതിൻ്റെ അന്ന് രാവിലെയാണ് പറഞ്ഞത് ഇതുപോലെ വീട് വിറ്റെന്ന്. അതൊരു ഭയങ്കര ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതൊരു ഭയങ്കര സാക്ഷ്യമാണ്. എന്റെ ശത്രു അത് എന്റെ മുമ്പിൽ നിന്ന് പോയി. ഞാൻ ഈ വചനം ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് ഇന്ന് എന്നെ തൊടുകയും ചെയ്തു. തീർച്ചയായിട്ടും സിസ്റ്ററെ, ആ വചനം പോലെ തന്നെ ഇങ്ങോട്ട് എതിർക്കുന്ന ശത്രുക്കൾ ആരാണെങ്കിലും അവരുടെ ദുരാത്മാക്കളെയും കർത്താവ് എടുത്തു മാറ്റും. തീർച്ചയായിട്ടും ഇതിൻ്റെ സാക്ഷ്യം തന്നെയാണ്. നമുക്കെതിരെ കാരണം കൂടാതെ എന്ത് വന്നാലും അത് കർത്താവ് എടുത്ത് മാറ്റിക്കോളും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ഹലോ, എനിക്ക് ഞങ്ങളുടെ വീട് തറവാട്. പറഞ്ഞു. ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ട് 10 വർഷമായി. ഞാൻ പട്ടയത്തിന് വേണ്ടി 10 വർഷം നടന്നു. ഞാൻ പാലക്കാടാണ് ഇരിക്കുന്നത്. പട്ടയത്തിന് വില്ലേജ് വടക്കഞ്ചേരിയാണ്. അപ്പൊ അങ്ങോട്ട് പോകണം. ഇവിടെ പട്ടയത്തിന് ഒരുപാട് ബുദ്ധിമുട്ടി. എന്റെ കണ്ണീര് ദൈവം കണ്ടപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം നവംബർ 22-നാണ് പട്ടയം ഒറ്റപ്പാലത്ത് നിന്ന് തന്നത്. പക്ഷെ ആ പട്ടയം ഒറ്റപ്പാലത്ത് നിന്ന് കിട്ടി. ഇപ്പൊ ആ വീട് 15 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ 9 സെന്റേ ഉള്ളൂ. എന്താ വെച്ചാൽ റോഡൊക്കെ ആയി വന്നുകൊണ്ട് അങ്ങനെ സ്ഥലം വിട്ടുപോയി. പഞ്ചായത്താണ്. ഇപ്പൊ ആ വീട് ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഏറ്റെടുക്കണം, എന്നിട്ടുള്ളവർക്ക് ഷെയർ കൊടുക്കുന്നത് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്നു. അതിന് നല്ലൊരു വചനം പറഞ്ഞു തന്നാൽ ഞാനത് എഴുതി പ്രാർത്ഥിക്കുക ബ്രദർ. അതേപോലെ പിന്നെ ഒരു വചനം വേണം. നമ്മുടെ വീട് മോൻ കെട്ടിയിട്ട് 3 വർഷമായി പണിയില്ല, അങ്ങനെ നിൽക്കുകയാണ്. 47 ലക്ഷം ചെലവായി പറയുന്നുണ്ട്. പക്ഷെ എന്താ ഒന്നും അറിയില്ല. തീർച്ചയായിട്ടും സിസ്റ്റർ, നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ട വചനം എങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ളത് യൂട്യൂബിലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോന്നിനും ഓരോ വാക്യമാണ്. ആ വാക്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് കടഭാരത്തിനുള്ള വചനം, പ്രശ്നങ്ങൾ മാറാനുള്ള വചനം, അത് ആ വചനം കേട്ടിട്ട് അതേപോലെ പ്രാർത്ഥിച്ചാൽ മതി. അത് കിടപ്പുണ്ട്, ഓൾറെഡി അത് അയച്ചിട്ടുള്ളതാണ്, നമ്മളത് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വചനങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വാക്യങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റാനിടയായി തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഹലോ, പറഞ്ഞു. ഒരു മിനിറ്റ്. പറഞ്ഞു. ഒരു പോക്കറ്റ് ഡയറിനെ പറ്റി പറഞ്ഞു. വർഗീസ് എന്ന് പറയുന്ന ആളിന്റെ തലമുറയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്റെ വീടായിരുന്നു. ഞങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. വർഗീസ് മരിച്ചുപോയി. അന്ന് തൊട്ടേ ഞങ്ങൾക്ക്, എന്റെ മകന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക്, എന്റെ മക്കൾക്ക് 4 പേർക്കും ആ പുള്ളിയിൽ നിന്ന്, ആ പ്രവൃത്തിയുടെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. മുന്നോട്ട് പോകാൻ ഒരു തരവും പറ്റുന്നില്ല. തീർച്ചയായിട്ടും അത് പ്രാർത്ഥിച്ചോണം. ആ ആലോചന ഏറ്റെടുത്തോണം. അതിൻ്റെ അനുഗ്രഹത്തെ ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞോണം. കർത്താവ് അത് അത്ഭുതമാക്കി ആ ആലോചന നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് വീഴും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബ്രദറെ, പറഞ്ഞു. ബ്രദർ ഒരു പോക്കറ്റ് ഡയറിനെ പറ്റി പറഞ്ഞില്ലായിരുന്നോ, കർത്താവ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട്? പറഞ്ഞു സിസ്റ്റർ.
അതെ, എന്റെ പോക്കറ്റ് ഡയറി ആയിരുന്നു. അപ്പൊ എനിക്ക് 3 പോക്കറ്റ് ഡയറീസ് ഉണ്ട്. അപ്പൊ 24 hours ഞാൻ ആ പോക്കറ്റ് ഡയറിയും പിടിച്ചിട്ടാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ അതില് വചനം എഴുതിയിട്ടുണ്ട്. അതിനു അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യം എന്ന് പറഞ്ഞിട്ടുള്ള വചനമാണ് കംപ്ലീറ്റ് ആ ഡയറിയിൽ ഞാൻ എഴുതാറ്. ആ വചനം സിസ്റ്ററെ അപ്പോ പറഞ്ഞു പറഞ്ഞ് ഞാൻ ഈശോയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് റിസൈൻ ചെയ്തിരിക്കുക. അപ്പൊ ഞാൻ ഈശോയോട് ആ മെഴുകുതിരി കത്തിച്ചിട്ട് ആ പോക്കറ്റ് ഡയറിയിൽ എഴുതിയിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒക്ടോബർ 7 ആകുമ്പോഴേക്കും ഞാൻ 2000 പ്രാവശ്യം ഞാൻ ഈ വചനം ഞാൻ എഴുതി പ്രാർത്ഥിക്കും. കർത്താവെ എനിക്ക് പുതിയൊരു ജോലി തന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു. അപ്പോ ഈ ഡയറി ബുക്കില് പിന്നെ എന്റെ ഓഫീസിലെ കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് കേട്ടപ്പം വളരെ സന്തോഷമുണ്ട് ബ്രദറെ. എന്റെ ആ ഡയറിയെ സിസ്റ്റർ ഇനി എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റർ ഇനി എഴുതേണ്ടത്, സിസ്റ്റർ ഇനി പറഞ്ഞാൽ മതി, കർത്താവ് എനിക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവനാമത്തിന് പ്രയോജനപ്പെടുന്ന ഒരു ജോലിയെ തന്നതിനായി നന്ദി. ഇനി അങ്ങനെ പറഞ്ഞാൽ മതി, എനിക്ക് കർത്താവിൻ്റെ നാമമഹത്വം വെളിപ്പെടുത്തുന്ന ജോലി തന്നതിനാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എല്ലാം കൊണ്ടും അനുഗ്രഹമാകുന്ന ഒരു ജോലി ലഭിക്കും. അങ്ങനെ തന്നെ പറഞ്ഞോണം. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. അങ്ങനെ തന്നെ കൂട്ടത്തിൽ ആ വചനവും പറഞ്ഞോണം. കർത്താവ് അത് അത്ഭുതമാക്കി തന്നെ നടത്തും. ദൈവം ഇടപെട്ടതാണ്. ആലോചന ഏറ്റെടുത്തോണം. അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? കുറച്ചു നേരം മുമ്പ് ബ്രദർ റെഡ് ചെറിയ ഡയറിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? കണക്കെഴുതി വെക്കുന്ന ഡയറി, അത് എന്റേതാണ്. ബ്രദർ പറഞ്ഞ എല്ലാ അടയാളങ്ങളും ഉണ്ട്. എന്റെ ഫോണിന്റെ അത് ചാർജ് തീരുമായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാതെ പോയത്. തീർച്ചയായിട്ടും സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞോണം, ഞാൻ ആലോചനയുടെ അനുഗ്രഹത്തെ സ്വീകരിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാനത് അനുഭവിക്കുന്നു പറഞ്ഞോണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റാൻ ഇടയായിത്തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 1-2 സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ പ്രാർത്ഥന ഇന്നിപ്പോ കേട്ട ഒരു ആലോചനയുണ്ടല്ലോ, ഒരു മാതാവ് ഭാരപ്പെട്ടിരിക്കുന്നു, കയറി വരുമ്പോൾ ഡൈനിങ് ടേബിള് അതിന്റെ അടുത്തായിട്ട് ഫ്രിഡ്ജൊക്കെ ഇരിക്കുന്നു. അത് ഞാനാണ്. എന്റെ തലമുറ, എന്റെ മകൻ വിശ്വാസത്തിലൊക്കെ ആണെങ്കിലും പാട്ടും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ഡിഗ്രി പഠിത്തത്തിന് അയാൾക്ക് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ലാസ്റ്റ് 2 സെം ആയപ്പോഴത്തേക്ക് ഭയങ്കര ഉഴപ്പായി. അപ്പൊ അതിന് ഇപ്പൊ ഒരു വഴി തുറന്ന്. അപ്പൊ അത് ഞാനത് പറയുമ്പോഴത്തേക്കാളും ഭയങ്കര ആ പഠിത്ത കാര്യം പറയുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ഇത്. നന്നായിട്ട് പഠിക്കുന്നതും ബുദ്ധിയൊക്കെ ഉള്ളൊരു പൈതലായിരുന്നു. അപ്പം അത് വലിയൊരു വിഷമായിട്ട് ഇരിക്കുവായിരുന്നു. അപ്പൊ സിസ്റ്റർ ഇത് പറഞ്ഞു, കർത്താവ് ഞാൻ ആലോചനയുടെ അനുഗ്രഹത്തെ എൻ്റെ മേലും എൻ്റെ തലമുറയുടെ മേലേക്കും ദൈവം വിളിപ്പിയ അടയാളത്തെ ഞാനത് സ്വീകരിക്കുന്നു, അനുഗ്രഹം ഞാൻ അനുഭവിക്കുന്നു പറഞ്ഞോണം. അത് ഇപ്പൊ തന്നെ നമ്മുടെ മേലെ അപ്ലൈ ആകും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹലോ, മോൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു, അവന് ഇന്റർവ്യൂ പാസ്സായ കാര്യമേ. അപ്പൊ ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, ഇന്റർവ്യൂ ഉള്ള ദിവസം പ്രാർത്ഥിച്ച കിട്ടുവാണെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ ഈ സൂം പ്രേയർ സാക്ഷി പറയുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല. ദൈവനാമത്തിൽ എൻ്റെ സാക്ഷി ഞാൻ എൻ്റെ കർത്താവിനോട് സാക്ഷി രേഖപ്പെടുത്താൻ അവൻ്റെ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ സാക്ഷി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മോൻ സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലോ, ആലോചന പോലെ തന്നെ കർത്താവ് നിവർത്തിച്ചതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞു. ഹലോ, പറഞ്ഞു. ഞാനൊരു സാക്ഷ്യം പറഞ്ഞത് ബ്രദർ കേൾക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞു. ബ്രദർ ഇന്ന് പറഞ്ഞില്ലേ, ആ വീടിന് മുമ്പിൽ ആ ടെലിഫോൺ പോസ്റ്റ് ഉള്ളിലോട്ട് വരുമ്പോ വീടിനകത്ത് കയറി ഡൈനിങ് ടേബിളും ഫ്രിഡ്ജ്, അത് തന്നെയാണ്. ഞാനാണ് എന്റെ കുഞ്ഞുങ്ങളെ പറ്റി ഒത്തിരി ഭാരത്തോടു കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇസ്രായേൽ ഏറ്റെടുത്തോണം. കർത്താവ് അത് കൃപയാൽ ആ അടയാളം കുറ്റപ്പെടുത്തുന്ന അവസ്ഥയും അത്
അത് എനിക്ക് എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇന്ന് എന്റെ കുഞ്ഞുങ്ങളെ പറ്റി ഒത്തിരി ഞാൻ ഭാരപ്പെട്ട് ദിവസങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. സിസ്റ്റർ അത് ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. ഇന്ന് കേട്ട ആലോചന പോലെ തന്നെ ഏറ്റെടുത്തോണം. അത് കർത്താവ് അത്ഭുതമാക്കി മാറ്റും. ഓരോ പ്രവചന ആലോചനകളും ആമേൻ പറഞ്ഞ് ഞാനത് സ്വീകരിക്കുന്നു, ആ ആലോചനയെ ഞാനത് സ്വന്തമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ ക്ലോസ് ചെയ്യുകയാണ്. സമയം മുന്നോട്ട് പോയതുകൊണ്ടാണ്. കൃപയാൽ എനിക്ക് മറ്റൊരു പ്രയറും കൂടി ഉണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാളെ നിങ്ങൾക്ക് ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് തുടർച്ചയായിട്ട് കേൾക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. ഒരുമിച്ച് എൻ്റെ കൂടെ നമുക്ക് ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. വരാൻ പോകുന്ന നമ്മുടെ മീറ്റിങ്ങുകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ സകല കാര്യത്തിലും അനുഗ്രഹമാക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. നിങ്ങളുടെ അതിരുകൾ വിസ്താരമാകും, അത്ഭുതം നടക്കും, പ്രതിസന്ധികൾ നമ്മളെ പരാജയപ്പെടുത്തത്തില്ല. യേശുവിൻ്റെ കൃപയാൽ നമ്മൾ സാക്ഷ്യമായി തീരും. കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് അനുഗ്രഹമായി മാറും. അപ്പോൾ ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവ് എല്ലാ അവസ്ഥകളെയും സ്വർഗം അനുഗ്രഹമാക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് നാളെ നമുക്ക് വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കാണാം. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ഇന്ന് സൂമിൽ കേൾക്കുന്നവർ എൻ്റെ കൂടെ കർത്താവ് എനിക്ക് തന്നതിനായി